ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യും ഓക്കെ ആണെങ്കിൽ. ഓക്കെ ഫൈൻ 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 ഓക്കെ. സോ നമ്മൾ എടുക്കുന്നത് റെസ്പിറേഷൻ പ്ലാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ നമ്മൾ റെസ്പിറേഷൻ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം രണ്ട് തരത്തിലുള്ള റെസ്പിറേഷൻ ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? എയറോബിക് റെസ്പിറേഷൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? അനേറോബിക് റെസ്പിറേഷൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് സോ എയറോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്, ഓക്സിജന്റെ പ്രസൻസിലാണ്. എന്നാൽ അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജന്റെ ആബ്സെൻസിൽ നടക്കുന്നതാണ്. ഓക്കെ, സോ നമ്മൾ എയറോബിക് ആണെങ്കിലും അനേറോബിക് റെസ്പിറേഷൻ ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോലൈസിസ് ആണ്. ഓക്കെ, എന്താണ് ഗ്ലൈക്കോലൈസിസ്? ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് മോളിക്യൂള് എന്തായിട്ട് മാറും? പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. അതാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ പറയൂ, ഗ്ലൂക്കോസിൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. പൈറുവിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ട്? പൈറുവിക് ആസിഡ് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. സോ നമ്മൾ ബാലൻസ് ചെയ്യാൻ, ഇവിടെ 6 കാർബൺ ഉണ്ടല്ലോ, ഇവിടെ 3 കാർബണേ ഉള്ളൂ. അപ്പൊ നമ്മൾ എത്ര മോളിക്യൂൾ എടുക്കണം? 2 മോളിക്യൂൾസ് എടുക്കണം. ഓക്കെ ആണോ? ഇനി സോ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എടുക്കുകയാണെങ്കിലും അനേറോബിക് റെസ്പിറേഷൻ എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോലൈസിസ് ആണ്. ഓക്കെ, ഇനി ഗ്ലൈക്കോലൈസിസ് കഴിഞ്ഞാൽ ഓക്സിജൻ അവൈലബിൾ ആണെങ്കിൽ ഇതെന്തിനു പോകും? ഇത് നെക്സ്റ്റ് റിയാക്ഷൻ ആയിട്ടുള്ള ലിങ്ക് റിയാക്ഷൻ, ക്രെബ്സ് സൈക്കിൾ എല്ലാം നടക്കും. പക്ഷേ സപ്പോസ് ഓക്സിജൻ അവൈലബിൾ അല്ല എന്ന് വിചാരിച്ചോളൂ. ഓക്സിജൻ അവൈലബിൾ അല്ലെങ്കിൽ ഇത് അനേറോബിക് റെസ്പിറേഷനിലോട്ട് പോകും. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറും? എത്തനോൾ ആയിട്ട് മാറും. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ 3 കാർബൺ ഉണ്ട്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. ഓക്കെ ആണോ? അതായത് ഒരു കാർബൺ കുറവില്ലേ? ഈ ഒരു കാർബണ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിലീസ് ചെയ്യും. ഇവിടെ നമ്മൾ എത്ര മോളിക്യൂൾസ് എടുത്തിട്ടുണ്ട്? 2 മോളിക്യൂൾസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 മോളിക്യൂൾസ് ഓഫ് C2H5OH, അതുപോലെ 2 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ ഇവിടെ എടുക്കും. ഓക്കെ, ഈ ഫെർമെന്റേഷൻ വിളിക്കുന്ന പേരാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. എന്താണ്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. കാരണം ഇതെന്ത് C2H5OH എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്, അല്ലെങ്കിൽ എത്തനോൾ ആണ്. ഓക്കെ ആണോ? മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ എന്താ ഇവിടെ നടന്നത്? പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറി? എത്തനോൾ ആയിട്ട് മാറി. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. അപ്പൊ ഒരു കാർബൺ കുറവാണല്ലോ. ആ ഒരു കാർബൺ എന്തായിട്ട് റിലീസ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിലീസ് ചെയ്യും. ഇനി ഇവിടെ 2 മോളിക്യൂൾ ഉണ്ടല്ലോ, അതുകൊണ്ട് 2 മോളിക്യൂൾ എടുക്കണം. അതുപോലെ 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനിക്ക് കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യും, ക്ലിയർ എന്ന് പറഞ്ഞിട്ട്. ഈ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഇത്രയും പറഞ്ഞത്. ഓക്കെ, അബി ക്ലിയർ ആണെന്ന് പറയുന്നു, അജിത്ത് ക്ലിയർ ആണെന്ന് പറയുന്നു. ഓക്കെ ഫൈൻ. ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറാന്നറിയോ? ഈ പൈറുവിക് ആസിഡ്, സപ്പോസ് ഇത് നമ്മുടെ മസിൽസിലൊക്കെ ആണെങ്കിൽ, ഈ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുന്ന ഈസ്റ്റിലൊക്കെയാണ്. ഈസ്റ്റിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മസിൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് നമ്മൾ ഒരുപാട് നേരം റൺ ചെയ്യുകയാണെങ്കിൽ, ഇനീഷ്യലി നമ്മൾ റൺ ചെയ്യും, പക്ഷെ ഒരു കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് അനേറോബിക് റെസ്പിറേഷനിൽ പങ്കെടുക്കും. അതായത് പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറും? ലാക്ടിക് ആസിഡ് ആയിട്ട് മാറും. ലാക്ടിക് ആസിഡ് ആയിട്ട് മാറും. വെൻ ദർ ഇസ് നോ സഫീഷ്യന്റ് ഓക്സിജൻ, then pyruvic acid will be converted into what? Lactic acid. നിങ്ങൾ പറയൂ, പൈറുവിക് ആസിഡിൽ, ലാക്ടിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. സോ സെയിം ആണല്ലോ, അവിടെ എക്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യൂല. ഓക്കെ ആണോ? ഇവിടെ 2 മോളിക്യൂൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ 2 മോളിക്യൂൾ ഓഫ് ലാക്ടിക് ആസിഡ് എടുക്കും. ഓക്കെ ആണോ? ഇനി ഈ ഫെർമെന്റേഷൻ വിളിക്കുന്ന പേരാണ് എന്താണ്? ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ. ഈ ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ മെയിൻലി നടക്കുന്ന എവിടെയാണ്? മസിൽസിലൊക്കെയാണ്, നമ്മുടെ മസിൽസിലൊക്കെയാണ്. ഓക്കെ, സോ 2 തരത്തിലുള്ള ഫെർമെന്റേഷൻ, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ്? ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ആണ്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ എന്താ നടന്നത്? ഫസ്റ്റ് ഗ്ലൈക്കോലൈസിസ്,
അത് കോമൺ റെസ്പിറേഷൻ, കോമൺ പാത്വേ ആണ്. എയറോബിക്കിലും നടക്കും അനേറോബിക്കിലും നടക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അനേറോബിക് പ്രോസസ്സാണ്. അവർക്ക് ഓക്സിജൻ ആവശ്യമില്ല. ഓക്കെ, ഇനി ഗ്ലൈക്കോലൈസിസ് കഴിഞ്ഞാൽ നടക്കുന്ന എന്താണ്, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കാം, അതുപോലെ ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കാം. ഓക്കെ, സോ ഇതാണ് അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതായത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സേ, ഞാനിവിടെ ക്വസ്റ്റ്യൻ അയക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്, അതായത് ഞാൻ പറയാം ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് anaerobic respiration, in which of the following anaerobic respiration CO2 is not released? എന്താണ്, in which of the following anaerobic respiration CO2 is not released? ഓപ്ഷൻ 1 ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, ഓപ്ഷൻ 2 എന്താണ്, ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ, ഓപ്ഷൻ 3 ബോത്ത് 1 and 2, ഓപ്ഷൻ 4 none of the above. ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് CO2 നോട്ട് റിലീസ്ഡ്? എന്തായിരിക്കും ആൻസർ? നിങ്ങൾ കമന്റ് ചെയ്യും. ഓപ്ഷൻ 1, 2, 3 or 4. ഓക്കെ, അന്നമരി ഒരു ആൻസർ പറയുന്നുണ്ട്, അബി പറയുന്നുണ്ട്, ദെൻ അജിത്ത് എവിടെയാ? ബാക്കിയുള്ളവരൊക്കെ പറയും. ഓക്കെ, നോ, നോക്കൂ, വെരി ഗുഡ്, ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ. അവിടെ എന്തില്ല, നിങ്ങൾ നോക്കൂ, ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തില്ല. അപ്പൊ നിങ്ങളിത് എന്താ പറയാ, നിങ്ങളിത് ഇങ്ങനെ റിലീസ് ചെയ്യുന്നില്ല എന്നൊന്നും ഓർത്തിരിക്കേണ്ട, നിങ്ങളൊന്ന് ലോജിക്കലി ഓർത്താൽ മതി. പൈറുവിക് ആസിഡിൽ 3 കാർബൺ, ലാക്ടിക് ആസിഡിൽ 3 കാർബൺ. അപ്പൊ അവിടെ കാർബൺ കുറയുന്നില്ലല്ലോ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യൂല. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ടൈപ്പ് എടുക്കൂ, ഇവിടെ 3 കാർബണ്, എത്തനോളിൽ 2 കാർബണ്, സോ ഒരു കാർബൺ മിസ് ആയിട്ടുണ്ട്. അത് എന്തായിട്ട് റിലീസ് ആയിട്ടുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണോ? അതാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുന്നത്. സോ ഇത്രയാണ് ക്ലിയർ ആണ്. ഇതായിരിക്കും നിങ്ങളുടെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് നമ്പർ ഓഫ് എത്ര മോളിക്യൂൾസ് ഓഫ് ATP ഫോം ചെയ്തിട്ടുണ്ട് അനേറോബിക് റെസ്പിറേഷനിൽ, അത് നമ്മൾ ഇതിലോട്ട് ഒന്നുകൂടി വരും. നമ്മുടെ ഗ്ലൈക്കോലൈസ് എടുത്തിട്ട് നമ്മൾ ഒരു തവണ കൂടി ഇതിലോട്ട് വരും. അപ്പൊ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എടുക്കുകയാണെങ്കിലും അനേറോബിക് റെസ്പിറേഷൻ എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഗ്ലൈക്കോലൈസിസ് ആണ്. ഓക്കെ, ഇനി സോ ഇതാണ് എനേറോബിക് റെസ്പിറേഷൻ. ഇനി നമ്മൾ എയറോബിക് റെസ്പിറേഷനിലോട്ട് വരികയാണെങ്കിൽ, ഞാൻ എഴുതാം, എയറോബിക് റെസ്പിറേഷനിലോട്ട് വരികയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഇനി എയറോബിക് റെസ്പിറേഷനിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലൈക്കോലൈസിസ് ആയിരിക്കും. ഗ്ലൈക്കോലൈസിസ് ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ പറയാ ക്രെബ്സ് സൈക്കിൾ. എന്താണ്, ക്രെബ്സ് സൈക്കിൾ ആണ്. എന്നാൽ ഗ്ലൈക്കോലൈസിസിനെയും ക്രെബ്സ് സൈക്കിളിനും ഇടയിലായിട്ട് ഇവരെ ലിങ്ക് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിന് പറയാൻ നമ്മൾ എന്താണ്, ലിങ്ക് റിയാക്ഷൻ എന്നാണ്. നിങ്ങളുടെ NCERT പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ നമ്പർ ഓഫ് ATPs എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് ആവശ്യമുണ്ട്. ഓക്കെ, ലിങ്ക് റിയാക്ഷൻ. തേർഡ് എന്ന് പറയുന്നത് എന്താണ്, അതും അവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും, ETC ഉണ്ടാവും, അതുപോലെ എന്താണ്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ഉണ്ടാവും. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ ATP ഫോം ചെയ്യുന്ന സ്റ്റേജ്. ഫോസ്ഫോറൈലേഷൻ നമുക്ക് NADH2ഉം FADH2ഉം ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് എന്ത്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഗ്ലൈക്കോലൈസിസ്. ഞാൻ ഗ്ലൈക്കോലൈസിസിലോട്ട് വരികയാണ്. ഓക്കെ, സോ ഞാൻ ഹെഡിങ് കൊടുക്കുകയാണ് ഗ്ലൈക്കോലൈസിസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇവിടെ നിങ്ങൾ ലോജിക്കലായിട്ട് കണക്ട് ചെയ്താൽ മതി. നിങ്ങൾ ലോജിക്കലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അത് നോർമൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ, അതായത് നിങ്ങൾ ഈ ക്ലാസ് ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ NCERT ഒരു തവണ ഇരുന്ന് വായിക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കൂടുതലും നോർമൽ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ലൈൻ ഓഫ് NCERT ക്വസ്റ്റ്യൻസ് വരാം. പക്ഷേ നിങ്ങൾ നേരിട്ട് NCERT പോയി വായിച്ചാൽ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടൂല. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോയി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും സംഭവം. ഓക്കെ, സോ ഗ്ലൈക്കോലൈസിസ്. നമുക്ക് ഓൾറെഡി എന്താണ് ഗ്ലൈക്കോലൈസിസ് എന്ന് അറിയാം. എന്താണ് ഗ്ലൈക്കോലൈസിസ്? ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാം, ഗ്ലൈക്കോലൈസിസ് എന്ന് പറയാം. എത്ര മോളിക്യൂൾ പൈറുവിക് ആസിഡ്? 2 മോളിക്യൂൾ. എപ്പോഴും ഓർത്തിരിക്കണം, ഒരു ഗ്ലൂക്കോസ് കൊടുത്താൽ നമുക്ക് എത്ര പൈറുവിക് ആസിഡ് കിട്ടും? 2 പൈറുവിക് ആസിഡ് കിട്ടും. കാരണം ഇത് 6 കാർബൺ കോമ്പൗണ്ട് ആണ് ഗ്ലൂക്കോസ്, എന്നാൽ പൈറുവിക് ആസിഡ് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. സോ നമ്മൾ 2 മോളിക്യൂൾസ് എടുക്കണം. ഓക്കെ ആണോ? ഇനി ഗ്ലൈക്കോലൈസിലോട്ട് നമുക്ക് കടക്കാം.
നമുക്കറിയാം ഗ്ലൈക്കോലൈസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഗ്ലൂക്കോസ് വെച്ചാണ്. എൻഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? പൈറുവിക് ആസിഡ് വെച്ചിട്ടാണ്. ഓക്കെ. സോ നമുക്കറിയാം ഗ്ലൂക്കോസിൽ എത്ര കാർബൺ ഉണ്ട്? ഗ്ലൂക്കോസിൽ എന്ന് പറയുന്നത് 6 കാർബൺ കോമ്പൗണ്ട് ആണ്. കാരണം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്? C6H12O6 ആണ്. 6 കാർബൺ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും എന്നറിയോ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. കണക്ട് ചെയ്യാണ്. ഇനി നമ്മൾ ഒന്നും മഗപ്പ് ചെയ്യുന്നില്ല, എല്ലാം കണക്ട് ചെയ്യാണ്. ഓക്കെ. സോ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ നിങ്ങൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നുണ്ടോ? ഫോസ്ഫേറ്റ് എന്ന് ഉച്ചരിക്കുന്നുണ്ടോ? ഉച്ചരിക്കുന്നുണ്ട്. ഇവിടെ അപ്പോൾ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ശരിയാണല്ലോ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇവിടെ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട് എന്നുള്ളത്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? കമന്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞോളൂ. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇപ്പൊ ഒന്നിൽ നിങ്ങൾക്ക് പറയാം 6 ഫോസ്ഫേറ്റ് ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ്, 2 ഫോസ്ഫേറ്റ്. ഓക്കെ. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞോളൂ. പറയൂ. അഭി പറയുന്നു 1. ഓക്കെ. ഓക്കെ. സോ വെരി ഗുഡ്. ആക്ച്വലി ദാറ്റ് ഈസ് ആൻസർ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ആണ് ഉള്ളത്. അത് ഏത് പൊസിഷനിലാണ്? 6th പൊസിഷനിലാണ് ഒരു ഫോസ്ഫേറ്റ് ഉള്ളത്. ഓക്കെ. സോ ഇവിടെ എന്താണ് നടന്നത്? ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ. സോ അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇവിടെ ആരാണ് ഫോസ്ഫേറ്റ് കൊടുത്തത് എന്നുള്ളത്. ഈ എക്സ്ട്രാ ഫോസ്ഫേറ്റ് കൊടുത്തത് എ ടി പി ആണ്. കാരണം എ ടി പി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അഡിനിൻ 3 ഫോസ്ഫേറ്റ്, ശരിയാണല്ലോ. ഈ 3 ഫോസ്ഫേറ്റില് ഒരു ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസിന് കൊടുക്കുമ്പോഴാണ് ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നത്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നത്. ആ സമയം എ ടി പി എന്തായിട്ട് മാറും? എ ഡി പി ആയിട്ട് മാറും. ഓക്കെ ആണോ? ഓക്കെ. സോ അതുകൊണ്ടാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നൗ സോ എ ടി പി ഒരു ഫോസ്ഫേറ്റ് പോയാൽ അഡിനിൻ 2 ഫോസ്ഫേറ്റ്, ഇതിനെന്താ പറയാ? എ ഡി പി എന്ന് പറയും. ഇതെന്താണ്? എ ടി പി ആണ്. ഓക്കെ. നൗ അടുത്ത സ്റ്റേജിൽ എന്താ നടക്കുന്നത്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് അത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറും? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഐസോമർ ആണല്ലോ. ഐസോമറൈസ് എൻസൈം യൂസ് ചെയ്തിട്ട്. നോ ഇവിടെ എൻസൈം പറയുകയാണെങ്കിൽ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ആണ് ഹെക്സോകൈനേസ് എൻസൈം. എന്താണ്? ഹെക്സോകൈനേസ് എൻസൈം. എക്സോകൈനേസ് എൻസൈം പ്രീവിയസ് PYQ ആണ്, മുമ്പ് നീറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് എൻസൈം ആണെന്നുള്ളത്. അതെന്താണ്? ഹെക്സോകൈനസ്. ഓക്കെ. നൗ അടുത്തത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറും? ഫ്രക്ടോസ് 16 ബിസ് ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ നോക്കൂ. ഇനി പറയൂ, ഇവിടെ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? ഇവിടെ സിംഗിൾ ഫോസ്ഫേറ്റ് ഉണ്ട്. ഇവിടെ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? ഇവിടെ 2 ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ. 2 ഫോസ്ഫേറ്റ് ഫസ്റ്റ് പൊസിഷനിലും 6th പൊസിഷനിലും. ഇവിടെ 2 ഫോസ്ഫേറ്റ് ഉണ്ട്. അതായത് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. എൻഡ് നമ്മൾ പറയും എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈവൻ നിങ്ങളിപ്പോ മറന്നുപോയാൽ എത്ര എ ടി പി NADH2 ആണ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നൊക്കെ മറന്നുപോയാലും നിങ്ങളുടെ എക്സാം ഹോളിൽ ഇന്ന് നിങ്ങൾക്ക് എഴുതി കണ്ടുപിടിക്കും. ഓക്കെ ആണോ? സോ ഇവിടെ നടക്കുന്നത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറുന്നുണ്ട്? ഫ്രക്ടോസ് 16 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ. 1 മിനിറ്റ്. ഓക്കെ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ. സോ ഞാൻ വീണ്ടും എഴുതാം.
ഇവിടെ നടക്കുന്നത് ഫ്രക്ടോസ് 6 എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ സിംഗിൾ ഫോസ്ഫേറ്റ് ആണല്ലോ. ഇവിടെ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? 2 ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പൊ എന്താ ഇവിടെ നടന്നിട്ടുള്ളത്? ഇവിടെ എക്സ്ട്രാ ഫോസ്ഫേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ എക്സ്ട്രാ ഫോസ്ഫേറ്റ് കൊടുക്കുന്ന ആരായിരിക്കും? ATP ആയിരിക്കും. ഈ ATP എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. 1 എന്ന് പറയുന്നത് എന്താണ്? ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലിസറാൾഡിഹൈഡ്. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാനായിരുന്നു. ഒന്ന് മെസ്സേജ് ചെയ്യാവോ ഓഡിബിൾ ആണെങ്കിൽ? ഓഡിബിൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യാവോ? ഓക്കെ, ഫൈൻ. സോ ഈ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ് ആൻഡ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഞാൻ ആദ്യം മുതൽ വരാം. ഈ ഗ്ലൂക്കോസിൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. ഇവിടെ എത്ര കാർബൺ ഉണ്ടാവും? ഇവിടെ 6 കാർബൺ, കാരണം ഫോസ്ഫേറ്റ് മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ അഗെയിൻ. താഴെ എത്ര കാർബൺ ഉണ്ട്? അഗെയിൻ 6 കാർബൺസ്. ഈ 6 കാർബൺ കോമ്പൗണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് 3 കാർബൺ കോമ്പൗണ്ട് ആയിരിക്കും. ഇതെന്തായിരിക്കും? 3 കാർബൺ കോമ്പൗണ്ട് ആയിരിക്കും. ഇതിനെ വിളിക്കുക നമ്മൾ ട്രയോസ് എന്നാണ്. ഓക്കെ, ട്രയോസ് എന്നാണ്. 3 കാർബൺ ഷുഗർ. ഓക്കെ, നൗ ഇവിടെ നടക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇവർ രണ്ടുപേരും ഇന്റർ കൺവേർട്ടബിൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യും. ഒപ്പം ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറും എന്നറിയോ? 1,3 ബിസ് ഫോസ്ഫോ 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ നോക്കൂ, ഇവിടെ 3 കാർബൺ കോമ്പൗണ്ടാ. ഇതും എന്തായിരിക്കും? 3 കാർബൺ കോമ്പൗണ്ട്. ദർ ഇസ് നോ ചേഞ്ച്. പക്ഷെ ഒരു സംഭവം ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടെ നിങ്ങൾ വായിക്കുമ്പോഴേ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, അതായത് നിങ്ങളുടെ ഇൻസിയാറ്റിൽ മറ്റൊരു വേർഡ് എന്ന് പറയുന്നത് 3PGAL, രണ്ടും സെയിം ആണ്. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റില് എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? സിംഗിൾ ഫോസ്ഫേറ്റ്, ഒരു ഫോസ്ഫേറ്റ്, തേർഡ് പൊസിഷനിൽ. ഇവിടെ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? ഇവിടെ 2 ഫോസ്ഫേറ്റ്, ഫസ്റ്റിലും തേർഡിലും. ശരിയാണല്ലോ? ഇവിടെ 2 ഫോസ്ഫേറ്റ്. സോ ഈ സമയത്ത് എന്താ നടന്നത്? എക്സ്ട്രാ ഫോസ്ഫേറ്റ് ആഡ് ചെയ്തു. ഇവിടെ എക്സ്ട്രാ ഫോസ്ഫേറ്റ് കൊടുത്തത് ഇനോർഗാനിക് ഫോസ്ഫേറ്റാ, ATP അല്ല. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഒരു സംഭവം നടക്കും. അതായത് NAD+ എന്തായിട്ട് മാറും എന്നറിയോ? NADH2 ആയിട്ട് മാറും. എന്തായിട്ട് മാറും? NADH2 ആയിട്ട് മാറും. ഓക്കെ, സോ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറി. എക്സ്ട്രാ ഫോസ്ഫേറ്റ് ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. 2 ഫോസ്ഫേറ്റ് ഇവിടെ വരുന്നുണ്ട്. എക്സ്ട്രാ ഫോസ്ഫേറ്റ് ആരാ കൊടുക്കുന്നത്? ഇനോർഗാനിക് ഫോസ്ഫേറ്റാ. ആ സെയിം ടൈം എന്ത് നടക്കും? NAD+ എന്തായിട്ട് മാറും? NADH2 ആയിട്ട് മാറും. ഓക്കെ ആണോ? നൗ next step is this 1,3 bisphosphoglycerate will be converting into 3 phosphoglycerate. ഈ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് എന്തായിട്ട് മാറും? 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. ഇനി നിങ്ങൾ പറയൂ, ഇവിടെ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? ഇവിടെ 2 ഫോസ്ഫേറ്റ് ആണല്ലോ. ഇവിടെ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? ഈ 3 ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഫോസ്ഫേറ്റ് അറ്റ് തേർഡ് പൊസിഷൻ, അതായത് ഇവിടെ സിംഗിൾ ഫോസ്ഫേറ്റാ. അതായത് ഈ കൺവേർഷനിൽ എന്ത് സംഭവിച്ചു? ഇവിടെ 2 ഫോസ്ഫേറ്റ്, ഇവിടെ ഒരു ഫോസ്ഫേറ്റ്. ഈ സ്റ്റെപ്പിൽ എന്ത് സംഭവിച്ചു? ഒരു ഫോസ്ഫേറ്റ് പുറത്തോട്ട് പോയില്ലേ? ലൂസ് ചെയ്തില്ലേ? ആ ഫോസ്ഫേറ്റ് ആര് അക്സെപ്റ്റ് ചെയ്യുന്നറിയോ? നമ്മുടെ നമ്മുടെ ആ ഫോസ്ഫേറ്റ് നമ്മുടെ ADP അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറും അറിയോ? ATP ആയിട്ട് മാറും. കാരണം ADP എന്ന് പറഞ്ഞാൽ എന്താ? 1 അഡിനിൻ 2 ഫോസ്ഫേറ്റ്. ഇദ്ദേഹത്തിന് എക്സ്ട്രാ ഫോസ്ഫേറ്റ് കിട്ടുകയാണെങ്കിൽ എന്തായി മാറും? അത് ATP ആയിട്ട് മാറും. See, this is ATP and what this will be ADP. Okay, now സോ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് എന്തായിട്ട് മാറി? 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറി. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ 3 ഫോസ്ഫോഗ്ലിസറേറ്റ് എന്തായിട്ട് മാറും എന്നറിയോ? 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. ഇവിടെ എത്ര ഫോസ്ഫേറ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയും? എഗെയിൻ ഇവിടെ എത്ര ഫോസ്ഫേറ്റാ? ഇവിടെ സിംഗിൾ ഫോസ്ഫേറ്റ് അറ്റ് സെക്കൻഡ് പൊസിഷൻ. സോ ഫോസ്ഫേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഫോസ്ഫേറ്റിൽ ചേഞ്ച് ഇല്ല. അപ്പൊ ഇവിടെ ATP ആഡ് ചെയ്തിട്ടുണ്ടാവോ? ഉണ്ടാവില്ല. ATP റിലീസ് ചെയ്തിട്ടുണ്ടാവോ? ഫോസ്ഫേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടാവോ? ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഗസ് ചെയ്യാം. അങ്ങനെ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നിങ്ങളുടെ നീറ്റ് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. 1 molecule of ATP is added during the conversion of 3 phosphoglycerate to 2 phosphoglycerate.
അതായത് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ATP ആഡ് ചെയ്തു. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ഒന്ന് കമന്റ് സെക്ഷൻ നോക്കട്ടെ. സർ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറയും. ഏതാണ്? ഏത് പാട്ടാണ്? അന്നമാരി ഒന്നുകൂടി സ്പെസിഫിക് ആയി പറയും ഏത് പാട്ടാണ്? ഞാൻ കണ്ടില്ല ആക്ച്വലി. ഇവിടെ ചോദിച്ചത് എന്താണ്? 3-ഫോസ്ഫോഗ്ലിസറേറ്റ് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ATP ആഡ് ചെയ്യുമോ ഇല്ലയോ? നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ആണ്, ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ആണ്. അതായത് ഇവിടെ ഫോസ്ഫേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവർ ATP ആഡ് ചെയ്യുമെന്ന് പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, സോ ഓക്കെ, ഇപ്പൊ കിട്ടി. ഫൈൻ ഫൈൻ. ഇത് ഞാൻ പറഞ്ഞു, ഇത് അസേഷൻ റീസൺ ക്വസ്റ്റനിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ലോജിക്കലി ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ ചാപ്റ്റർ ഇസ് വെരി 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 ഈസി. ഓക്കെ, യു വിൽ നിങ്ങൾ മനസ്സിലാവും കുറച്ച് കഴിഞ്ഞാൽ. ഇനി സോ 2-ഫോസ്ഫോഗ്ലിസറേറ്റ് നിങ്ങൾ ഈ രീതിയിൽ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, ദെൻ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്തായിട്ട് മാറും? 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. ഈ 2-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്തായിട്ട് മാറും എന്നറിയോ? ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയിട്ട് മാറും. നിങ്ങൾ പറയൂ, ഇവിടെ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? ഇവിടെ എന്ന് പറയുന്നത് സിംഗിൾ ഫോസ്ഫേറ്റ്. ഇവിടെയും നിങ്ങൾ വായിക്കുമ്പോൾ ഫോസ്ഫോ ഇനോൾ എന്നല്ലേ വായിക്കണേ? അതായത് ഇവിടെയും എന്തുണ്ട്? ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ എന്തായിട്ടില്ല? ATP ആഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്ത് പറയാ, ATP ഫോം ചെയ്തിട്ടില്ല. ഫോസ്ഫേറ്റ് ഒരു മാറ്റമല്ല. ഓക്കെ, നൗ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫോസ്ഫോയിനോൾ നമ്മുടെ ഫൈനൽ കോമ്പൗണ്ട് ആയിട്ടുള്ള പൈറൂവിക് ആസിഡ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? പൈറൂവിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, നൗ ഇവിടെ പൈറൂവിക് ആസിഡ് എന്ന് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഫോസ്ഫേറ്റ് എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ഫോസ്ഫേറ്റ് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കൺവേർഷൻ സംഭവിച്ചു, ഫോസ്ഫേറ്റ് റിലീസ് ചെയ്തു. ഈ റിലീസ് ചെയ്ത ഫോസ്ഫേറ്റ് ആര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾക്ക് ഗസ് ചെയ്യാം. നമ്മുടെ ADP അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇഫ് ADP ഈസ് അക്സെപ്റ്റിംഗ് ഫോസ്ഫേറ്റ്, then ADP will be converting into what? ATP. കാരണം ADP എന്ന് പറഞ്ഞാൽ എന്താ? അഡിൻ വിത്ത് 2-ഫോസ്ഫേറ്റ്. ഈ റിലീസ് ചെയ്ത ഫോസ്ഫേറ്റ് നമ്മുടെ ADP കിട്ടുക. അപ്പൊ ADP എന്തായിട്ട് മാറി? ATP ആയിട്ട് മാറി. റൈറ്റ്? സോ ഇതാണ്. ഇപ്പോ ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരിയാണല്ലോ? ഓരോന്നും കണക്ട് ചെയ്യാം. ഇനി മറ്റൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാല്, ഇവിടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 6 കാർബണാണ്. ശരിയാണല്ലോ? നമ്മുടെ ഇവിടെ എല്ലാം 6 കാർബണാണ്. ഇവിടെ 3 കാർബണാണ്, ഇവിടെ 3 കാർബണാണ്. നമ്മുടെ 3-ഫോസ്ഫോഗ്ലിസറേറ്റിൽ എത്ര കാർബണാ? എഗെയിൻ 3 കാർബൺ. കാരണം കാർബൺ ചേഞ്ച് ചെയ്യുന്നില്ല, ഫോസ്ഫേറ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇതും എന്താണ്? 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇതും എന്താണ്? 3 കാർബൺ ആണ്. നമ്മുടെ പൈറൂവിക് ആസിഡ് എന്താണ്? 3 കാർബൺ കോമ്പൗണ്ട് ആണ്. നമുക്ക് മനസ്സിലായി. ശരിയാണല്ലോ? 3 കാർബൺസ്. നൗ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുക. ശരിയാണല്ലോ? ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുക. എത്ര മോളിക്യൂൾ പൈറൂവിക് ആസിഡ്? 2 മോളിക്യൂൾ പൈറൂവിക് ആസിഡ്. പക്ഷെ ഇവിടെ എത്ര മോളിക്യൂളേ നമ്മുടെ കയ്യിലുള്ളൂ? നമ്മുടെ കയ്യിൽ സിംഗിൾ മോളിക്യൂളേ ഉള്ളൂ. അപ്പൊ ബാക്കി സെക്കൻഡ് മോളിക്യൂൾ എവിടെ പോയി? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ആൻസർ എന്താന്ന് വെച്ചാൽ, ഇവിടെ നടക്കുന്നത് ഈ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ഈ 2 കോമ്പൗണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതാണ് ഒരു കോമ്പൗണ്ട്, ഇതാണ് എന്ത്? സെക്കൻഡ് കോമ്പൗണ്ട്. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആണ് ഫസ്റ്റ് മോളിക്യൂൾ ഓഫ് പൈറൂവിക് ആസിഡ് ഫോം ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ, ഈ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റും എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അവരും എന്ത് ഫോം ചെയ്യും? ഈ കോമ്പൗണ്ട് ഒക്കെ ഫോം ചെയ്തിട്ട് ഫൈനലി പൈറൂവിക് ആസിഡ് ആയിട്ട് ഫോം ചെയ്യും. അതായത് ഈ മിഡിൽ മുതൽ ഇവിടെ മുതൽ 2 സൈക്കിൾ നടക്കുന്നുണ്ട് എന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ എത്ര 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. ഇതും 2 എണ്ണം ഉണ്ടാവും. ഇതും 2 എണ്ണം ഉണ്ടാവും. ഇത് ഡെഫിനറ്റ്ലി 2. സോ അവർ പൈറൂവിക് ആസിഡ് എത്ര ഉണ്ടാവും? 2 മോളിക്യൂളോ പൈറൂവിക് ആസിഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഈ മിഡില് മുതൽ നിങ്ങൾ 2 സൈക്കിൾ എടുക്കണം. ഓക്കെ, ഇത് മുതൽ ഫൈനൽ വരെ 2 സൈക്കിൾ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഫസ്റ്റോ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു സൈക്കിളേ ഉള്ളൂ. കാരണം ഇവിടെ ഈ മിഡിൽ പോർഷൻ മുതലാണല്ലോ ഈ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, 2 കോമ്പൗണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യും. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് മെസ്സേജ് ഇടും. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നോ പ്രോബ്ലം. അപ്പി പറയുന്നത് ക്ലിയർ ആണെന്ന് പറയുന്നു. ഓക്കെ, അന്ന ക്ലിയർ ആണെന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സംഭവം ചെയ്യണം. ഇനി ഞാൻ പറയാണ് നിങ്ങളോട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാണ് എത്ര എത്ര NaDH2 ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. NaDH2 ഫോംഡ് എത്രയാണ്? അതുപോലെ എത്ര ATP ഫോംഡ്, അതിൽ എത്ര ATP യൂസ്ഡ്? ഇങ്ങനെയൊക്കെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. എത്ര NaDH2 ഫോംഡ്, ഇത് വിചാരിച്ചോളൂ, ഇത് 1 ആണ് വിചാരിച്ചോളൂ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് തേർഡ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യും. എത്ര NaDH2 ഫോം ചെയ്തിട്ടുണ്ട്, എത്ര ATP ഫോം ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര ATP യൂസ് ചെയ്തിട്ടുണ്ട് ഇൻ ഗ്ലൈക്കോലൈസിസ്, ഒരു ഗ്ലൈക്കോലൈസിസ്. ഇൻ ഗ്ലൈക്കോലൈസിസ് എത്ര NaDH2 ഫോം ചെയ്തിട്ടുണ്ട്, അത് മാത്രം നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഗ്ലൈക്കോലൈസിൽ എത്ര NaDH2 ഫോം ചെയ്തിട്ടുണ്ട്? എന്തും ആയിക്കോട്ടെ നിങ്ങളുടെ ആൻസർ, ഒരു പ്രശ്നവുമില്ല. ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾ കമന്റ് ചെയ്യും. അജിത്ത് പറയുന്നു 1 to 2. ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ, ഗുഡ്. അഭി പറയുന്നു 2 NaDH2, അന്നമരി പറയുന്നു 3 NaDH2. നമുക്ക് നോക്കാം. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗ്ലൈക്കോലൈസിസിൽ എത്ര NaDH2 ഫോം ചെയ്തിട്ടുണ്ട്? ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഉറപ്പാണോ? 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ്. നിങ്ങൾ ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്യും. NaDH2 ഫോം ചെയ്തല്ലേ പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഫസ്റ്റ് മുതലെടുക്കും. ഇവിടെ ഒന്നും NaDH2 കുറിച്ച് നമ്മൾ സംസാരിക്കുന്നേ ഇല്ല. ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ NaDH2 കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. അതെവിടെയാണ്? ഇവിടെയാണ്. ശരിയാണല്ലോ? ഫോക്കസ് ചെയ്യണോ? ഫോക്കസ് ചെയ്യാം. അതെന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ്. ഇവിടെ മാത്രമേ നമ്മൾ NaDH2 കുറിച്ച് സംസാരിക്കും. അതായത് NAD പ്ലസ് NaDH2 ആയി ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? NaDH2 ഫോം ചെയ്യാന്നുള്ളതാ. ഇത് ഫോം ചെയ്യാന്നുള്ളത് അർത്ഥം. എന്നാൽ ചില സമയത്ത് അവർ ചോദിക്കും NaDH2 യൂസ് ചെയ്യാന്ന്. NaDH2 യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? NaDH2 NAD പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്? NaDH2 യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ. നമ്മുടെ അനേറോബിക് റെസ്പിറേഷനിലൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ NaDH2 ഫോംഡാ. നിങ്ങൾ നോക്കൂ, ഇവിടെ എത്ര NaDH2 ഫോം ചെയ്യുന്നുണ്ട്? ഒരു NaDH2. ശരിയാണോ? പക്ഷേ ഇത് നമുക്കറിയാം, ഇവിടെ 2 സൈക്കിൾ നടക്കുന്നുണ്ടല്ലോ. ഒരു സൈക്കിളാണ് ഒരു NaDH2. ഒരു സൈക്കിൾ കൂടി നടക്കുന്നുണ്ടല്ലോ. ഈ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് വീണ്ടും ഇത് ഈ ഗ്ലിസറാൾഡൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അത് ഒരു സൈക്കിൾ കൂടിയും ഫോം ചെയ്യും. അപ്പൊ 2 സൈക്കിൾ ഉണ്ടല്ലോ. 2 സൈക്കിൾ എന്ന് പറയുമ്പോൾ എത്ര ഫോസ്ഫേറ്റ് ഉണ്ടാവും? എത്ര NaDH2 ഉണ്ടാവും? 2 NaDH2 ഉണ്ടാവും. മനസ്സിലായോ? സോ 2 NaDH2 ഫോം ചെയ്തിട്ടുണ്ട്. ഇനി എത്ര ATP ഫോം ചെയ്തിട്ടുണ്ട്? ATP ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ATP ഫോം ചെയ്യാന്ന് പറഞ്ഞാല് ATP ആയിട്ട് മാറുക. ഇതാണ് ATP ഫോം ചെയ്യാന്ന് പറഞ്ഞാല്. എന്നാൽ ATP യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ATP യൂസ് ചെയ്യാന്ന് പറഞ്ഞാല് ATP ADP ആയിട്ട് മാറും. ഇതാണ് എന്ത്? ATP യൂസ് ചെയ്യാന്ന് പറഞ്ഞാല്. അപ്പൊ നിങ്ങൾ പറയൂ എത്ര ATP ഫോം ചെയ്തിട്ടുണ്ടാവും? ഞാൻ നിങ്ങളെ നോക്കട്ടെ. ഇത് സെക്കൻഡ്, ഇത് 3. എത്ര ATP ഫോം ചെയ്തു, എത്ര ATP യൂസ് ചെയ്തു? എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. എത്ര ATP യൂസ് ചെയ്തു, എത്ര ATP ഫോം ചെയ്തു? അഭി പറയുന്നു 2 ATP യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഫൈൻ. ഓ, അഭി ബാക്കിയുള്ളവർ പറയും. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നുണ്ട്. സോ ATP ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കൂ, ഞാൻ നോക്കാം. നമുക്ക് തുടക്കം മുതൽ വരാം. ഇവിടെ എത്ര ATP? ഇത് ATP ടു ADP എന്ന് പറഞ്ഞാൽ എന്താണ്?
ATP യൂസ് ചെയ്യാണ്. ശരിയാണല്ലോ, ഇവിടെ ATP യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു തവണ ATP യൂസ് ചെയ്തു, ഇവിടെയും ഒരു തവണ ATP യൂസ് ചെയ്തു. ഒരു സൈക്കിളേ ഉള്ളല്ലോ. ഇത് അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളേ ഉള്ളൂ. സോ 2 ATP യൂസ് ചെയ്തു. വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ നോക്കൂ, താഴോട്ട് വന്ന് നോക്കാം. ഇവിടെ ADP ടു ATP, ഇവിടെ ATP ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ശരിയാണല്ലോ. അതുപോലെ ഇവിടെയും ATP ഫോം ചെയ്യാം. അപ്പോ ATP യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ATP. അതിൽ എത്ര ATP ഫോം ചെയ്തു? ATP ഫോം ചെയ്യുന്ന ഇവിടെ ഒരു ATP ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെയും ഒരു ATP ഫോം ചെയ്യുന്നുണ്ട്. ഇത് ഒരു സൈക്കിളിലാണല്ലോ. നമുക്കറിയാം എത്ര സൈക്കിൾ ഉണ്ടാവും? 2 സൈക്കിൾ ഉണ്ടാവും. കാരണം നമ്മൾ പഠിച്ചു ഇവിടെ 2 സൈക്കിൾ ഉണ്ടാവും. അപ്പോ ഒരു സൈക്കിളിൽ 2 ATP. അപ്പൊ 2 സൈക്കിളിൽ എത്ര ATP യാ? 4 ATP. സോ എത്ര ATP ഫോം ചെയ്തിട്ടുണ്ട്? 4 ATP ഫോം ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇനി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഫൈനലി നമുക്കറിയാം ഇവിടെ ഇവിടെ NaDH2 ഫോം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു NaDH2 എന്തായിട്ട് മാറാം? ATP ആയിട്ട് മാറാം. നമുക്കറിയാം ഒരു NaDH2 എന്ന് പറഞ്ഞാൽ എത്ര ATP ക്ക് തുല്യ? 3 ATP ക്ക് തുല്യ. ശരിയാണല്ലോ. അപ്പോ അതായത് NaDH2 നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടത്തിവിട്ടാല് NaDH2 എന്തായിട്ട് മാറും? 3 ATP ആയിട്ട് മാറും. എന്നാൽ ഇവിടെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ATP ഉണ്ട്. അതായത് ഇവിടെ ATP ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. ഇനി നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇവിടെ ATP ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കാം. ATP ഡയറക്റ്റ്ലി ഫോം ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. നിങ്ങളുടെ നീറ്റ് എക്സാമിൽ ചോദിക്കാം, എത്ര ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ATPs ആർ ഫോംഡ് by substrate level phosphorylation in glycolysis. ഗ്ലൈക്കോലൈസിസിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി എത്ര ATP ഫോം ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? 4 ATP ആയിരിക്കും. ശരിയാണോ? ഓക്കെ. ഇനി ഇതൊരു വേർഡ്. അടുത്തൊരു വേർഡ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കാണുന്ന ഡയറക്റ്റ്. ഇവിടെ ഡയറക്റ്റ് ATP ഫോം ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഇവിടെ NaDH2 എന്ന് പറഞ്ഞാൽ NaDH2 ന് 3 ATP ഫോം ചെയ്യാം. പക്ഷെ NaDH2 ഫോം ചെയ്താൽ അതിനെ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടത്തിവിടണം. ദെൻ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ വഴി അത് 3 ATP ഫോം ചെയ്യും. ഓക്കെ, ഗോട്ട് ഇറ്റ്? നൗ ഓക്കെ. ദെൻ തേർഡ് പോയിന്റ്, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ എന്ന് പറയും ക്വസ്റ്റ്യൻ പേപ്പറിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വിത്തൗട്ട് ETS എന്ന് പറയും. അല്ലെ അവർ ചോദിക്കും ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ATPs ആർ ഫോം വിത്തൗട്ട് ETS? ദെൻ അഗൈൻ ആൻസർ വിൽ ബി വാട്ട്? 4. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഓക്കെ, സോ ഇതിൽ 2 പോസിബിലിറ്റി ഉള്ളത്. ഒന്നില്ലെങ്കിൽ അവർ ചോദിക്കാം എത്ര മോളിക്യൂൾ ഓഫ് ATP ഗ്ലൈക്കോലൈസിസിലെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ഫോം ചെയ്തു, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്തു, അല്ലെങ്കിൽ വിത്തൗട്ട് ETS വഴി ഫോം ചെയ്തു. നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് അവർ സ്റ്റെപ്പ് ചോദിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ ക്രിയേറ്റ് ചെയ്യാണ്. യെസ്, during the conversion of phosphoenol pyruvate to pyruvic acid, ATP is formed by substrate level phosphorylation. അതായത് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ATP ഫോം ചെയ്തു. ഇങ്ങനെ പറഞ്ഞാല് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറയും. ഇങ്ങനെ പറഞ്ഞ എന്താണ്? ശരിയാണ്. കാരണം ഇവിടെ ഡയറക്റ്റ് ATP ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ച, നിങ്ങൾ NCERT വായിക്കുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി ഇപ്പൊ സപ്പോസ് ഇവർ ഇങ്ങനെ പറയാണ്, ഡ്യൂറിംഗ് ദ കൺവേർഷൻ ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate into 1,3-bisphosphoglycerate, during the conversion of glyceraldehyde 3-phosphate into 1,3-bisphosphoglycerate, ATP formed by substrate level phosphorylation. അങ്ങനെ പറയുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഈ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഇതായിട്ട് 1,3-bisphosphoglycerate ആയിട്ട് മാറുന്ന സമയത്ത് ATP സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ഫോം ചെയ്തു. ഇങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ? ട്രൂ ഓർ ഫാൾസ്? ഒന്ന് കമന്റ് ചെയ്യും. അപ്പൊ ഈ ട്രൂ എന്ന് പറഞ്ഞു, ഏതിനാണ്? ഇതാണോ ട്രൂ?
പറഞ്ഞതാണ് ട്രൂ. ആ, ഫോൾസ് ആണ്. കാരണം ഇവിടെ എങ്ങനെയാ, ഇവിടെ NADH2 അല്ലേ ഫോം ചെയ്തിട്ടുള്ളത്. NADH2 എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ അല്ല. ഇത് ETS ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമോ, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല. നിങ്ങൾ ഈ NADH2 ATM കാർഡാണ് വിചാരിച്ചോളൂ. ഈ ATM കാർഡ് ATM മെഷീനിൽ ഇടുമ്പോഴല്ലേ, അതിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് പൈസ കിട്ടുക, നമുക്ക് ക്യാഷ് കിട്ടുക. അതുപോലെയാണ് NADH2. NADH2ന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, പക്ഷെ NADH2നെ നമ്മൾ ETS എന്ന് പറയുന്ന എന്താ പറയാ ATM മെഷീനിൽ ഇടുമ്പോഴാണ് നമുക്ക് ATP കിട്ടുക, അല്ലെങ്കിൽ ക്യാഷ് കിട്ടുക. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടുന്നത്. നമ്മുടെ കയ്യിൽ എന്താ ATP കിട്ടുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ATP ആണ് ഫൈനലി നമ്മൾ സംഭവം യൂസ് ചെയ്യുന്നത്. ATP ആണ് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ATP എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് റെഡിലി നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ NADH2 അല്ലെങ്കിൽ FADH2 എന്നൊക്കെ പറയുന്ന സംഭവം നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, നമ്മുടെ കയ്യിൽ എന്താണ് ATM ഉണ്ട്, അത് ATM മെഷീനിൽ ഇട്ടാൽ നമുക്ക് പൈസ കിട്ടും. അതുപോലെ NADH2നെ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ പറഞ്ഞു വിട്ടാല് ദെൻ ഫൈനലി ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ വഴി നമുക്ക് ക്യാഷ് കിട്ടും. നമുക്ക് റെഡിലി നമുക്ക് ക്യാഷ് കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. മറ്റൊരു പേരെന്താണ്, ATP ഡയറക്ട്ലി ATP ഫോം ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ ATP ഫോംഡ് വിത്തൗട്ട് ETS. ATP ഫോംഡ് വിത്ത് ATS എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടത്തിവിട്ട് കിട്ടിയെന്നുള്ളത്. അതായത് NADH2ന് അല്ലെങ്കിൽ FADH2ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടത്തിവിട്ട് നമുക്ക് കിട്ടും. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം. സിമ്പിൾ ആണ്. നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ടാല്, ഒന്ന് കുറച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഫുൾ മാർക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് പറയുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ അന്ന എവിടെയാ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ, മെസ്സേജ് ചെയ്താൽ മതി എനിക്ക്, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അപ്പോ അത് കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതോടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ ടോട്ടൽ എത്ര ATP കിട്ടും എന്ന് പറയുന്നത് നിങ്ങൾക്ക്? ടോട്ടൽ ATP എന്ന് പറയുന്നത് NADH2 എന്താ പറയാ, ടോട്ടൽ എത്ര ATP ഉണ്ട്? ഒരു NADH2 3 ATPക്ക് ഈക്വൽ. അപ്പൊ 2 NADH2 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 into 3 6 ATP. അതുപോലെ ഇവിടെ 4 ATP ഉണ്ട്, ദെൻ 2 ATP യൂസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ എത്ര ATP ഉണ്ടാവും? 6 plus 4 10 ATP ഉണ്ടാവും. പക്ഷെ ഈ 10 ATPയിൽ 2 ATPs നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 10 minus 2 എന്താ വരുന്നത്? 8 ATP. സോ നമ്മുടെ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ATP ആയിരിക്കും. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ വർക്ക്ഔട്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യും, നോക്കട്ടെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യും. കുറച്ച് ചിന്തിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. 8. ഓക്കെ, ഇപ്പൊ ഗ്ലൈക്കോലൈസിസ് ഇതുവരെ എന്തെങ്കിലും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഒപ്പം ഈ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഗ്ലൈക്കോലൈസിസ്? വെരി ഗുഡ്, നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ടല്ലോ നന്നായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുന്നത്, ഇറ്റ് ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം. അത് ട്രൂ ആണ്. ഇവിടെ നോട്ട് എന്നാണല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് കറക്റ്റ് ആണ്, പാർഷ്യൽ ഓക്സിഡേഷൻ ആണ്. ATP ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ, ATP എന്തായിട്ട് മാറുന്നുണ്ട്? ADP ആയിട്ട് മാറുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ, അതും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, കാരണം അതെന്താ? അനേറോബിക് പ്രോസസ്സാണ്. ATP നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ ആൻസർ എന്തായാലും 3 ആയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ എടുക്കാം. ഇത് ചെയ്യുന്നതിന് കുറച്ചുകൂടി കഴിയണം. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ. അതായത് ഞാനിത് സപ്പോസ്
ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നു നോക്കട്ടെ. ഇതിന് ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. During the conversion of 3-phosphoglyceraldehyde into 1,3-bisphosphoglycerate in glycolysis, energy of ATP used, 2 molecules of water released, ADP is converted into ATP, NADH2 is formed. ഇനി ഇത് ഈ ക്ലാസ് കഴിഞ്ഞാലേ നിങ്ങൾ ഒന്നുകൂടി വായിച്ച് ക്ലിയർ ആക്കുക, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 3. നിങ്ങളുടെ ആൻസർ ചെയ്ത് നോക്കട്ടെ. അടിപൊളി, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. സൂപ്പർ സൂപ്പർ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. സോ ഞാൻ ഇത് കാണിച്ചുതരാം. ഇത് നമ്മള് ഇതെവിടെ അറിയോ? യാ, ഈ സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ഞാനൊന്ന് സൂം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സി, ഇവിടെ നോക്കൂ, ഈ കൺവേർഷന്റെ സമയത്ത് എന്താ നടക്കുന്നത്? ഇതല്ലേ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറുന്നു? 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? NADH2 ഫോം ചെയ്യുന്നുണ്ട്. റൈറ്റ്, ക്ലിയർ. സോ ആൻസർ വിൽ ബി ദാറ്റ് ഓൺലി. വെരി ഗുഡ്, വെരി ഗുഡ്, അമേസിംഗ്. ഓക്കെ, നൗ ഓക്കെ, സോ ആൻസർ എന്താണ്? 2 molecules of water is released. Sorry, NADH2 is formed. ATP യൂസ് ചെയ്യില്ലല്ല, കാരണം ഇവിടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആണ് കൊടുക്കുന്നത്, ATP അല്ല. ഇനി ഇത് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഇത് നിങ്ങളുടെ NCERT പോയിന്റ് തന്നെയാണ്, നിങ്ങളുടെ NCERT എടുത്ത് തന്നെയാണ്. അതായത് ഇതിന്റെ കോൺസെപ്റ്റ് വേണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ATP ആർ ഡയറക്ട്ലി ഫോംഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും. എന്താണ്? ബൈ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ, റൈറ്റ്? ഓക്കെ, ഫ്രം 1 molecule of sucrose during glycolytic pathway, which means glycolysis, right? സുക്രോസ് എന്ന് പറഞ്ഞാലേ, ഈ സുക്രോസ് എന്ന് പറഞ്ഞാല് അത് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് പ്ലസ് എന്തായിട്ട് മാറും? ഫ്രക്ടോസ് ആയിട്ട് മാറും. ശരിയാണല്ലോ. ഇവിടെ ഒരു എൻസൈം ആക്ട് ചെയ്യുന്നുണ്ട്. ആ എൻസൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻവേർട്ടേസ് എൻസൈം. ഞാൻ ഇതിന്റെ രത്ന ചുരുക്കം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ പറയാതെ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? പ്രീവിയസ് ഐഡിയ വെച്ചിട്ട് അത് ഞാൻ ഇതിനെ ക്വസ്റ്റ്യനെ 3 എന്ന് വിളിക്കുകയാണ്. അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും? ഗ്ലൈക്കോലൈസിസിലൂടെ അണ്ടർഗോ ചെയ്തിട്ട് നമുക്കറിയാം ATP ഫോം ചെയ്യും. സെയിം തന്നെ ഫ്രക്ടോസ് എന്തായിട്ട് മാറും? ഈ ഗ്ലൈക്കോലൈസിസ് പാത്വേയിലൂടെ കടന്നു പോകും. ഗ്ലൂക്കോസിന് എന്താണ് സംഭവിച്ചത്? സെയിം ആർക്കും സംഭവിക്കും, ഫ്രക്ടോസിനും സംഭവിക്കും. സോ അതുകൊണ്ട് തന്നെ ATPയും സംഭവങ്ങളൊക്കെ സെയിം ആയിരിക്കും. 2 തവണ നടക്കുന്ന പോലെ ആയിരിക്കും, 2 തവണ ഗ്ലൈക്കോലൈസിസ് നടക്കുന്ന പോലെ ആയിരിക്കും. ഇനി ഈ ഐഡിയ വെച്ചിട്ട് നിങ്ങളൊന്ന് ആൻസർ ചെയ്യും. നിങ്ങൾ ആൻസർ ഓപ്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യട്ടാ. നിങ്ങൾ ഓപ്ഷൻ അല്ല, ക്വസ്റ്റ്യൻ നമ്പർ ഇതാണ്, ആൻസർ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, എല്ലാവരും ഒന്ന് റീചെക്ക് ചെയ്യും. നിങ്ങൾ ഓപ്ഷൻ 4 എന്നാണോ പറയുന്നത്, അതോ ആൻസർ 4 എന്നാണോ പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ വെച്ച് നിങ്ങളൊന്ന് ചെയ്യും. ക്വിക്ലി. ആൻസർ 4 ഒന്നുകൂടി നോക്കൂ. ഒന്നുകൂടി നോക്കൂ നിങ്ങൾ. ഇവിടെ വരുന്ന എന്താണ്? സുക്രോസ് ആണ്. സുക്രോസ് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആയിട്ട് മാറും. ഗ്ലൈക്കോലൈസിസ് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ്, അതായത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴിയാണ് ATP. നിങ്ങൾ നോക്കൂ, നമ്മളിത് എടുത്താണല്ലോ. അതായത് സപ്പോസ് നമ്മൾ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ATP ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ഫോം ചെയ്യുന്നുണ്ട്? നമുക്ക് നോക്കാം. അതായത് ഫോം ചെയ്യാണല്ലോ പറയുന്നത്. അതായത് ഇവിടെ ഒന്നും ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ ഒന്ന് ഫോം ചെയ്യും. കാരണം
1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ഒരു ATP ഫോം ചെയ്യുന്നുണ്ട്, റൈറ്റ്? കാരണം ഇവിടെ 2 ഫോസ്ഫേറ്റ്, ഇവിടെ ഒരു ഫോസ്ഫേറ്റ്, പഠിച്ചതാണ് നമ്മൾ. ദെൻ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ, ഫോസ്ഫൈനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്തും ATP ഫോം ചെയ്യുന്നുണ്ട്, കാരണം ഇവിടെ 1 ഫോസ്ഫേറ്റ്, ഇവിടെ 0 ഫോസ്ഫേറ്റ്. സോ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുമ്പോൾ ഈ സൈക്കിൾ 2 തവണ നടക്കുന്നുണ്ട്. ഒരു സൈക്കിളിൽ 2 ATP, സോ 2 സൈക്കിളിൽ 4 ATP. സോ നമ്മൾ ഒരു ഗ്ലൂക്കോസ് കൊടുക്കുകയാണെങ്കിൽ എത്ര ATP കിട്ടും? 4 ATP കിട്ടും. അത് ഇവിടെ ഒരു ഗ്ലൂക്കോസാണ്, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാ? ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സോ ഈ ഗ്ലൂക്കോസ് 4 ATP കൊടുക്കും. ഇനി നമ്മുടെ ഫ്രക്ടോസും എന്ത് നടത്തുന്നുണ്ട്? ഗ്ലൈക്കോലൈസിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. അത് ഒരു നിങ്ങളുടെ NCERT ലൈൻ ഉണ്ട്, ഫ്രക്ടോസും അതിലോട്ട് കയറുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. NCERT ആണ്, അപ്ലിക്കബിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഫ്രക്ടോസ് എന്ത് ചെയ്യും? ഗ്ലൈക്കോലൈസിലോട്ട് എൻ്റർ ചെയ്യും. ഇഫ് ഗ്ലൂക്കോസിന് എന്തൊക്കെ സംഭവിച്ചു അതുപോലെ ഫ്രക്ടോസിന് സംഭവിക്കും. അപ്പൊ നമ്മുടെ ഫ്രക്ടോസ് എത്ര ATP ഫോം ചെയ്യും? 4 ATP ഫോം ചെയ്യും. സോ 4 + 4 എത്രയാ? 8. ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ക്ലിയർ ആണോ? നമ്മുടെ 8 ആണോ എന്ന് ചോദിക്കുന്നത്. കറക്റ്റാ, 8 ആണ്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ക്ലിയർ മെസ്സേജ് ചെയ്യും. നമുക്ക് അടുത്തിലോട്ട് പോവാം. പെട്ടെന്ന് നമുക്ക് പോണം. ക്ലിയർ ആണോ? പെട്ടെന്ന് മെസ്സേജ് ചെയ്യും. ക്ലിയർ. അജിത്ത്, അന്ന മരിയ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി നമ്മുടെ അപ്പോൾ ഗ്ലൈക്കോലൈസിസ് കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ ഇനി ഒന്ന് NCERT വായിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി സോ ഗ്ലൈക്കോലൈസിസ് എന്താണ്? ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. പൈറുവിക് ആസിഡ് എത്ര മോളിക്യൂൾ? 2 മോളിക്യൂൾ. ഓക്കെ, ഇനി സോ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറി? ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറി. 2 molecules of pyruvic acid. ഓക്കെ, ഇനി നടക്കുന്നത്, ഞാനൊരു പുതിയൊരു പേജ് എടുക്കട്ടെ. ഓക്കെ, ഇവിടെ നടക്കുന്നത് ഗ്ലൂക്കോസ് എന്തായിട്ട് മാറി? പൈറുവിക് ആസിഡ് ആയിട്ട് മാറി. PA 2 മോളിക്യൂൾ. ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? ഗ്ലൈക്കോലൈസിസ് എന്ന് വിളിച്ചു. ഇനി ശ്രദ്ധിക്കണേ, ഈസിയാണ്. ഇനി അടുത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാല് ഈ പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറും അറിയോ? ഈ പൈറുവിക് ആസിഡ് അസെറ്റൈൽ കോ എൻസൈം A ആയിട്ട് മാറും. പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറും? അസെറ്റൈൽ കോ എൻസൈം A ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ പൈറുവിക് ആസിഡിൽ എത്ര കാർബണാ? 3 കാർബൺസാ. അസെറ്റൈൽ കോ എൻസൈം Aല് എത്ര കാർബണാ? 2 കാർബണാ. ശരിയാണോ? അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ 3 കാർബൺ ആണ്, ഇവിടെ 2 കാർബൺ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു കാർബണ് കുറഞ്ഞില്ലേ? ആ കാർബൺ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിലീസ് ചെയ്തത് കൊണ്ടാണ് കുറയുന്നത്. ഓക്കെ, ഇവിടെ 2 മോളിക്യൂൾ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഇവിടെ 2 മോളിക്യൂൾ എടുക്കണല്ലോ. അതായത് 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഈ പ്രോസസ്സിന്, അതായത് ഇതിന് ശേഷം ആണ് നമ്മുടെ ക്രെബ്സ് സൈക്കിൾ വരുന്നത്. ഓക്കെ, അതായത് ഈ പ്രോസസ്സ്, ഈ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൈക്കോലൈസിസിനെയും ക്രെബ്സ് സൈക്കിളിനെയും ലിങ്ക് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ലിങ്ക് റിയാക്ഷൻ. എന്താ വിളിക്കുക? ലിങ്ക് റിയാക്ഷൻ. ഈ പൈറുവിക് ആസിഡ് അസെറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. എന്നാൽ ഈ സമയം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ NAD+ ഉണ്ടല്ലോ, NAD+ എന്തായിട്ട് മാറും? NADH2 ആയിട്ട് മാറും. അതായത് NADH2 ഫോം ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. കിട്ടിയോ? NADH2 ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ അതിനുശേഷം നടക്കുന്നത് വളരെ ഈസിയാണ്. ക്രെബ്സ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാണ്. അസെറ്റൈൽ കോ എൻസൈം A എന്തുമായിട്ട് കമ്പൈൻ ചെയ്യും? നമ്മുടെ ഓക്സാലോ അസെറ്റിക് ആസിഡ് ആയിട്ട് കമ്പൈൻ ചെയ്യും. OA എന്ന് പറഞ്ഞാൽ ഓക്സാലോ അസെറ്റിക് ആസിഡ്. ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഓക്സാലോ അസെറ്റിക് ആസിഡ്. ഓക്സാലോ അസെറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവ രണ്ടുപേരും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരാളെ കിട്ടും, ഒരു കോമ്പൗണ്ട് കിട്ടും. ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിട്രിക് ആസിഡ്. എന്താണ് വിളിക്കുക?
ഈ കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് എന്ത്? സിട്രിക് ആസിഡ്. അതായത് ഇവിടെ ഫോം ചെയ്യുന്ന ഫസ്റ്റ് കോമ്പൗണ്ട് എന്താണ്? സിട്രിക് ആസിഡാ. അതുകൊണ്ട് ഈ സൈക്കിൾ നമ്മൾ എന്ത് വിളിക്കും അറിയോ? സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കും. ഓക്കെ ആണോ? അതുപോലെ എന്താന്ന് വെച്ചാല് ഈ സൈക്കിൾ കണ്ടുപിടിച്ചത് ഹാൻസ് ക്രെബ്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ സൈക്കിളിനെ ക്രെബ്സ് സൈക്കിൾ എന്ന് വിളിക്കും. ഇനി ഒരു പേരുകൂടിയും പിടിച്ചോ നിങ്ങള്. ഈ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ട്രൈ കാർബോക്സിലിക് ആസിഡ് ആണ്, കെമിസ്ട്രി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിട്രിക് ആസിഡ് സൈക്കിളിനെ PCA സൈക്കിൾ എന്നുകൂടി വിളിക്കും. കാരണം സിട്രിക് ആസിഡ് എന്താണ്? ട്രൈ കാർബോക്സിലിക് ആസിഡ് ആണ്. ഓക്കെ ആണോ? സോ 3 പേരുണ്ട്: സിട്രിക് ആസിഡ് സൈക്കിൾ, ക്രെബ്സ് സൈക്കിൾ, TCA സൈക്കിൾ. ഓക്കെ. സോ ഫസ്റ്റ് ഇതൊക്കെ വിളിക്കാൻ കാരണം എന്താ? ഫസ്റ്റ് കോമ്പൗണ്ട് എന്താ? ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്താണ്? സിട്രിക് ആസിഡ് ആണ്. ഓക്കെ. ദെൻ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ സിട്രിക് ആസിഡ് വേറെ സംഭവമായിട്ട് മാറും. സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറും. ഈ സിട്രിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ട്? സിട്രിക് ആസിഡിൽ എന്ന് പറഞ്ഞാൽ 6 കാർബൺസ് ഉണ്ട്. ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, ഇത് എഴുതിയത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. അതായത് ഇവിടെ ഒരു കാർബൺ മിസ്സാവുന്നുണ്ടോ? ഈ മിസ്സാവുന്ന കാർബൺ എന്തായിട്ടാണ് റിലീസ് ചെയ്യുന്നത് അറിയോ? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിലീസ് ചെയ്യും. ആ സെയിം സമയത്ത് വേറെ സംഭവം സംഭവിക്കും. അതായത് എന്താ സംഭവിക്കാന്ന് വെച്ചാല് ഞാനിവിടെ എഴുതാം. NAD+ എന്തായിട്ട് മാറുന്ന അറിയോ? NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ ആണോ? ഇനി നടക്കാൻ പോകുന്നത് ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, സോ അസറ്റൈൽ കോഎൻസൈം എ ഓക്സാലോ അസറ്റിക് ആസിഡ് കമ്പൈൻ ചെയ്തു എന്ത് ഫോം ചെയ്തു? സിട്രിക് ആസിഡ് ഫോം ചെയ്തു. ഈ സിട്രിക് ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത് ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്തായിട്ട് മാറും? സക്സിനൈൽ കോഎൻസൈം എ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? സക്സിനൈൽ കോഎൻസൈം എ ആയിട്ട് മാറും. ഇവിടെ എത്ര കാർബൺ ആണുള്ളത്? ഇവിടെ 4 കാർബണാ, 4 കാർബൺസ് ഉള്ളത്. ഇവിടെ എത്ര കാർബണാ? 5 കാർബണാ. അതായത് ഈ കൺവേർഷന്റെ സമയത്ത് എന്താ സംഭവിച്ചത്? ഒരു കാർബൺ റിലീസ് ചെയ്തു. ശരിയാണല്ലോ? ഇവിടെ 5 കാർബൺ, ഇവിടെ 4 കാർബൺ. അപ്പൊ ഒരു കാർബൺ കുറവുണ്ട്. ആ കാർബൺ ഡെഫിനറ്റ്ലി എന്തായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഒപ്പം നിങ്ങൾ ഗസ് ചെയ്യാം, ഇവിടെ എവിടെയൊക്കെ കാർബൺ നമ്പർ കുറയുന്നു അവിടെയൊക്കെ NADH2 ഫോം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഗസ് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ എന്ത് നടക്കുന്നു? NAD+ എന്തായിട്ട് മാറും? NADH2 ആയിട്ട് മാറും. ഓക്കെ ആണോ? ഇനി നടക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ സക്സിനൈൽ കോഎൻസൈം എ എന്തായിട്ട് മാറുന്നുണ്ട്? സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ എത്ര കാർബണാ? ഇവിടെയും 4 കാർബൺസ് ആണ്. ഇവിടെ എത്ര കാർബണാ? 4 കാർബണാ. കാർബണിന് ചേഞ്ച് ചെയ്യില്ല. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല, ഉറപ്പിച്ചു നമ്മള്. പക്ഷെ ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതായത് GDP എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആളെന്തായിട്ട് മാറുന്നുണ്ട് അറിയോ? GTP ആയിട്ട് മാറുന്നുണ്ട്. ഈ GTP ഇമ്മീഡിയറ്റ്ലി 1 മോളിക്യൂൾ ഓഫ് ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ബൈ എ കപ്പിൾഡ് റിയാക്ഷൻ. അതായത് ഇവിടെ ATP ഡയറക്ട്ലി ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ATP സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ നിങ്ങളുടെ ക്രെബ്സ് സൈക്കിളിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, സക്സിനൈൽ കോഎൻസൈം എ സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്ത് ATP സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ഫോം ചെയ്തു. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. എന്നാൽ ഇവിടെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനൈൽ കോഎൻസൈം എ ആയി മാറുന്ന സമയത്ത് ATP സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തെറ്റായിരിക്കും. കാരണം ഇവിടെ NADH2 ആണ്, അത് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ പോയിട്ട് വേണം മാറാൻ. ATP മെഷീനിൽ ഇട്ടിട്ട് വേണം നമുക്ക് ക്യാഷ് കിട്ടാൻ. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഈ സക്സിനിക് ആസിഡ് ഉണ്ടല്ലോ, നമ്മുടെ സക്സിനിക് ആസിഡ് എന്തായിട്ട് മാറുന്ന അറിയോ? ഫ്യുമാരിക് ആസിഡ് ആയിട്ട് മാറും. നൗ ഫ്യുമാരിക് ആസിഡ് എന്തായിട്ട് മാറുന്ന അറിയോ? മാലിക് ആസിഡ് ആയിട്ട് മാറും. നമ്മുടെ മാലിക് ആസിഡ് എന്തായിട്ട് മാറും?
ഓക്സാലോ അസിഡിക് ആസിഡ് ആയിട്ട് മാറും. ഈ സക്സിനിക് ആസിഡ് എന്ന് പറയുമ്പോഴേ 4 കാർബൺ ആണല്ലോ. ഫ്യുമാരിക് ആസിഡും എത്ര കാർബണാ? 4 കാർബണാ. അതായത് ഇവരുടെ കൺവേർഷന്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ഉണ്ടാവില്ല. കാരണം ഇവിടെ 4 കാർബൺ, ഇവിടെ 4 കാർബൺ, ഈക്വൽ ആണ്. പക്ഷെ ഇവിടെ വേറെ സംഭവം നടക്കുന്നുണ്ട്. അതായത് ഇവിടെ FAD+ FADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? FADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓർത്തിക്കാൻ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. FF ഫ്യുമാരിക് ആസിഡ് ഫോം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ഫോം ചെയ്യും? FADH2 ഫോം ചെയ്യും. ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളുടെ നീറ്റ് എക്സാമിൽ വരും. മോഡലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഫ്യുമാരിക് ആസിഡ് എന്തായിട്ട് മാറും? മാലിക് ആസിഡ് ആയിട്ട് മാറും. ഇവിടെ ഒരു മാറ്റമില്ല കേട്ടോ. ഇവിടെ ഒരു സംഭവം ഒന്നും ഫോം ചെയ്യുന്നില്ല. എന്നാൽ മാലിക് ആസിഡ് ഓക്സാലോ അസിഡിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്ത് ഇവിടെയും ഓക്സാലോ അസിഡിക് ആസിഡിലും 4 കാർബണാണ്. ഈ സമയത്ത് നമ്മുടെ NAD+ ഉണ്ടല്ലോ, ഈ NAD+ NADH2 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നടന്നത്? അസറ്റൈൽ കോഎൻസൈം ഈ ഓക്സാലോ അസിഡിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തു, സിട്രിക് ആസിഡ് ഫോം ചെയ്തു. അത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഒരു കാർബൺ കുറവാണ് ഇവിടെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തു, NADH2 ഫോം ചെയ്തു. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? സക്സിനൈൽ കോഎൻസൈം. ഇവിടെ 5 കാർബൺ, ഇവിടെ 4 കാർബൺ. സോ ഒരു കാർബൺ പുറത്തുപോയി ഇൻ ദ ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ ഇവിടെ എന്ത് നടന്നു? NADH2 ഫോം ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഗസ് ചെയ്യാം. അവിടെ NADH2 ഫോം ചെയ്തിട്ടുണ്ടാവും. നൗ സക്സിനൈൽ കോഎൻസൈമിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? സക്സിനിക് ആസിഡ് ആയിട്ട് മാറുകയാണ്. ഇവിടെ എന്ത് ഫോം ചെയ്തു? ATP ഫോം ചെയ്തു ബൈ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. ദെൻ സക്സിനിക് ആസിഡ് ഫ്യുമാരിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ FADH2 ഫോം ചെയ്തു. ദെൻ ഫ്യുമാരിക് ആസിഡ് ഇൻറ്റു മാലിക് ആസിഡ്, ദെൻ മാലിക് ആസിഡ് ഇൻറ്റു ഓക്സാലോ അസിഡിക് ആസിഡ്. ഈ സമയത്ത് എന്ത് ഫോം ചെയ്തു? NADH2 ഫോം ചെയ്തു. ഓക്കെ ആണോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങളുടെ ഇൻസൈഡിൽ പറയുന്നുണ്ട് ക്രെബ് സൈക്കിളിൽ 3 പോയിന്റ്സിൽ NADH2 ഫോം ചെയ്യുന്നുണ്ട്. അത് ശരിയാണല്ലോ. ഇവിടെ ഒരു NADH2, ദെൻ ഇവിടെ ഒരു NADH2, ഇവിടെ ഒരു NADH2. കിട്ടിയോ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യൂ. പെട്ടെന്ന് മെസ്സേജ് ചെയ്യൂ. എല്ലാവരും അജിത്ത്, അബി എന്ന എല്ലാവരും മെസ്സേജ് ചെയ്യും. ഇത്രയും ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, ക്ലിയർ ക്ലിയർ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് സംഭവങ്ങൾ ചോദിക്കാം. അതിൽ വേറെ സംഭവങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. അതായത് ഇവിടെ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ എത്ര പൈറുവിക് ആസിഡാ? 2 പൈറുവിക് ആസിഡ്. ഈ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറുമ്പോൾ NADH2 ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ എത്ര സൈക്കിൾ ഉണ്ടാവും? ഇവിടെ 2 സൈക്കിൾ ഉണ്ടാവും. അതായത് ഫസ്റ്റ് മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറുമ്പോൾ ഒരു സൈക്കിള്, സെക്കൻഡ് പൈറുവിക് ആസിഡ് സെക്കൻഡ് മോളിക്യൂൾ ആയിട്ട് മാറുമ്പോൾ സെക്കൻഡ് സൈക്കിള്. അങ്ങനെയാണെങ്കിൽ എത്ര തവണ ക്രെബ് സൈക്കിൾ നടക്കും? ഞാൻ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര ക്രെബ് സൈക്കിൾ കിട്ടും? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ കൊടുത്താൽ 2 പൈറുവിക് ആസിഡ്, അങ്ങനെയാണെങ്കിൽ 2 അസറ്റൈൽ കോഎൻസൈം. അപ്പോ ഫസ്റ്റ് അസറ്റൈൽ കോഎൻസൈമെ ഓക്സാലോ അസിഡിക് ആസിഡ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു സൈക്കിൾ ഫോം ചെയ്യും. രണ്ടാമത് ഒന്നുകൂടി ഉണ്ടല്ലോ, ഒരു ഗ്ലൂക്കോസ് കൊടുക്കുമ്പോൾ 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അസറ്റൈൽ കോഎൻസൈം എ ഓക്സാലോ അസിഡിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സെക്കൻഡ് സൈക്കിൾ ഫോം ചെയ്യും. സോ ടോട്ടൽ എത്ര സൈക്കിൾ ഉണ്ട് ഇവിടെ? 2 സൈക്കിൾ ഉണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ദെൻ മൈ ക്വസ്റ്റ്യൻസ്. സോ ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഞാൻ ഒരു ഗ്ലൂക്കോസ് എടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഈസിയാണ്, ശ്രദ്ധിക്കണേ. ഞാൻ ഒരു ഗ്ലൂക്കോസ് എടുക്കുകയാണ്. ഈ ക്രെബ് സൈക്കിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ കിട്ടും. ഈ ഒരു ലിങ്ക് കിട്ടിയാൽ മതി. ഈ ലിങ്ക് കിട്ടിയ NCERT വായിക്കുക. ഒന്നില്ലെങ്കിൽ ATP NADH2 എങ്ങനെ ഫോം ചെയ്തു, അല്ലെങ്കിൽ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് അവർ വെച്ച് കണക്ട് ചെയ്യും അവര്. ഈ ഒരു ലോജിക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, നൗ ഞാൻ ഒരു ഗ്ലൂക്കോസ് എടുക്കുകയാണ്. ദെൻ ഒരു ഗ്ലൂക്കോസ് ഞാൻ ക്രെബ് സൈക്കിളിലോട്ട് കൊടുക്കുകയാണ് വിചാരിച്ചു. ഒരു ഗ്ലൂക്കോസ് ഞാൻ ക്രെബ് സൈക്കിളിലോട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു ഗ്ലൂക്കോസ് ക്രെബ് സൈക്കിളിൽ പങ്കെടുക്കുകയാണ് ത്രൂ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം ഇന്റർമീഡിയറ്റ് വഴി. ഞാൻ ഒരു ഗ്ലൂക്കോസ് എടുത്തു, അത് ക്രെബ് സൈക്കിളിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര NADH2 ഫോംഡ്? എത്ര FADH2 ഫോംഡ്? എത്ര ATP ഫോംഡ്? ഇവിടെ ATP ഫോംഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താ? ഡയറക്റ്റ് ATP ആണ്.
direct or substrate level phosphorylation. Substrate level phosphorylation. ഇനി my other question, ടോട്ടൽ എത്ര എ ടി പി ഫോം ചെയ്തിട്ടുണ്ടാവും? അതായത് നിങ്ങൾ NADH2 കൺവേർട്ട് ചെയ്യണം FAD. നമുക്കറിയാം NADH2 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ATP ആണ്. ETSൽ കടത്തിവിട്ട 3 ATP തരും. നമ്മുടെ FADH2 ETSലോട്ട് കടത്തിവിട്ട 2 ATP തരും. നിങ്ങൾ എല്ലാത്തിനും കൺവേർട്ട് ചെയ്തിട്ട് ടോട്ടൽ എത്ര ATP എന്ന് പറയണം. വിചാരിച്ചോളൂ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് തേർഡ് ക്വസ്റ്റ്യൻ, ഇത് ഫോർത്ത് ക്വസ്റ്റ്യൻ. സോറി, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എത്ര ഫോം ചെയ്തു എന്ന് എനിക്ക് കമന്റ് ചെയ്യും. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഞാനിവിടെ ക്രെബ്സ് സൈക്കിളിൽ ഞാൻ എത്ര ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ടുണ്ട്? ഒരു ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് എന്റെ ഹിന്റ്. ഞാൻ ഒരു ഗ്ലൂക്കോസ് ആണ് ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ ക്രെബ്സ് സൈക്കിളിൽ ഈ സംഭവങ്ങളൊക്കെ എത്ര എണ്ണം ഫോം ചെയ്തിട്ടുണ്ടാവും? അബി കുറച്ച് ആൻസർ തരുന്നുണ്ട്. അബിയുടെ ആൻസർ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ എഴുതിക്കോളൂ, നോ പ്രോബ്ലം. ഓക്കെ, തെറ്റിയിട്ട് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അബി വീണ്ടും വരുന്നുണ്ട്. ഗുഡ്. ബാക്കിയുള്ളവർ പറയാം, അജിത്തും അന്നയൊക്കെ പറയാം. നിങ്ങൾ തെറ്റണം എന്നിട്ട് പഠിക്കണം, എന്ന് നിങ്ങൾ അത് ഓർത്തിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ എടുക്കാം. ഇവിടെ ഒരു ഗ്ലൂക്കോസ് ക്രെബ്സ് സൈക്കിൾ പങ്കെടുക്കുന്നല്ലേ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു ഗ്ലൂക്കോസ് ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാല് മിനിമൈസ് എന്തെങ്കിലും ഓപ്ഷൻ അല്ലേ? ഓക്കെ, ഗുഡ്. അതായത് ഇവിടെ ഓക്കെ, വെരി ഗുഡ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗ്ലൂക്കോസ് ക്രെബ്സ് സൈക്കിളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാല് ഒരു ഗ്ലൂക്കോസ് കൊടുത്താല് എത്ര പൈറുവിക് ആസിഡ് ഫോം ചെയ്യും? 2 പൈറുവിക് ആസിഡ്. അത് എത്ര അസറ്റൈൽ കോഎൻസൈം ഫോം ചെയ്യും? 2 അസറ്റൈൽ കോഎൻസൈം. അതായത് 2 തവണ ലിങ്ക് റിയാക്ഷൻ നടക്കും. ഓക്കെ ആണോ? ഒരു ഗ്ലൂക്കോസ് കൊടുത്ത് 2 തവണ ലിങ്ക് റിയാക്ഷൻ നടക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അസറ്റൈൽ കോഎൻസൈം എ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? സിട്രിക് ആസിഡ് ഫോം ചെയ്യും. ദെൻ ആൽഫ കീറ്റോ, ദെൻ സക്സിനിൽ, അങ്ങനെ അവർ ഒരു സൈക്കിൾ ഫോം ചെയ്യും. എന്നാൽ സെക്കൻഡ് മോളിക്യൂൾ ഓഫ് അസറ്റൈൽ കോഎൻസൈം വരുമല്ലോ. സെക്കൻഡ് മോളിക്യൂൾ ഓഫ് അസറ്റൈൽ കോഎൻസൈം എ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സെക്കൻഡ് സൈക്കിൾ നടക്കും. അതായത് ഇവിടെ ചുരുക്കം നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 സൈക്കിൾ ഉണ്ട്. അതാണ് ഞാൻ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്ന് പറഞ്ഞ. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ കൊടുത്താല് 2 തവണ ലിങ്ക് റിയാക്ഷൻ നടക്കും, 2 തവണ ക്രെബ്സ് സൈക്കിൾ നടക്കും. ഓക്കെ ആണോ? ഇനി നിങ്ങൾ ഒരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു NADH2, ഇവിടെ സെക്കൻഡ് NADH2 ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ തേർഡ് NADH2 ഫോം ചെയ്തിട്ടുണ്ട്. 3 സ്ഥലത്താണ് ഫോം ചെയ്തിട്ടുള്ളത്. അത് എത്ര സൈക്കിളിലാണ്? ഇപ്പൊ 3 NADH2 ഫോം ചെയ്തു. ഈ 3 NADH2 എന്ന് പറയുന്നത് ഒരു സൈക്കിളല്ലേ, 2 സൈക്കിൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ടോട്ടൽ എത്ര NADH2? 6 NADH2. സോ ആൻസർ കിട്ടിയല്ലോ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താ? 6 NADH2. ഇനി FADH2. FADH2 എടുക്കൂ. ഇവിടെ ഒരു FADH2 ആണല്ലോ, അത് ഒരു സൈക്കിള്, 2 സൈക്കിൾ ഉണ്ടല്ലോ. സോ 1 into 2, 2 FADH2. 2F. ഇനി എത്ര ATP ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്തു, അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ഫോം ചെയ്തു? നിങ്ങൾ നോക്കൂ, ഇവിടെ മാത്രമാണല്ലോ ATP ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. കറക്റ്റ് ആണല്ലോ. അതായത് സക്സിനിൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്ത്.
റൈറ്റ്. ഒരു എ ടി പി അത് ഒരു സൈക്കിളിലല്ലേ, രണ്ട് സൈക്കിൾ ഉണ്ടല്ലോ. അപ്പൊ 1 × 2 2 ATP. ഓക്കെ, കിട്ടിയോ? സോ 6 NADH2 2 FADH2, സോറി ഇവിടെ 2 ATP. ഇനി ടോട്ടൽ നമ്മൾ എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം 6 NADH2 ആണല്ലോ. സോ 6 × 3 18 ATP. ADH2, so 2 × 2 4 ATP. Now extra 2 ATP. ടോട്ടൽ എത്ര വരുന്നത് പറയോ? 18 + 4 22, 22 + 2 24. സോ നമ്മൾ ക്രെബ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ടോട്ടലി 24 ATP ഫോം ചെയ്തിട്ടുണ്ടാവും. എല്ലാം ഉൾപ്പെടുത്തി NADH2 FADH2 ATP എല്ലാം ഉൾപ്പെടുത്തി ടോട്ടൽ 24 ATP ഫോം ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിങ്ങളുടെ നീറ്റ് എക്സാമിന് ഒന്നില്ലെങ്കിൽ ATP NADH2 ആ ക്വസ്റ്റ്യന് മെയിൻലി വരിക ഈ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് അറിഞ്ഞാൽ സംഭവം നിങ്ങൾക്ക് കിട്ടി, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ആൻസർ കിട്ടി. നിങ്ങൾക്ക് ഇവരിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ഇതൊക്കെ ലൈൻ ഓഫ് NCERT ആയിട്ട് നിങ്ങളുടെ NCERT കിടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾ NCERT വായിച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. നിങ്ങൾ ഓർത്ത് നോക്കും, നിങ്ങളുടെ എക്സാം ഹോളിൽ നിങ്ങൾ മറന്നുപോയി അല്ലെങ്കിൽ കൺഫ്യൂഷൻ വന്നു, അപ്പൊ നിങ്ങൾക്ക് എഴുതി നോക്കാം. അതായത് ഇപ്പോ നിങ്ങൾക്ക് ഒരു അവര് പറയാണ് സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ NADH2 ഫോം ചെയ്തു എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു. അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആണ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആണ്. 6 കാർബൺ 5 കാർബൺ ആയി മാറുമ്പോൾ ഡെഫിനറ്റ്ലി കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിട്ടുണ്ടാവും. ശരിയാണല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ NADH2 ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ NADH2 ഫോം ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ കമന്റ് ചെയ്യും. എല്ലാവരും കമന്റ് ചെയ്യും ക്ലിയർ ആണെങ്കിൽ. അജിത്ത് ക്ലിയർ ആണ് എന്ന് പറഞ്ഞു. അന്ന ചോദിക്കുന്നു, സർ NADH2+ ടോട്ടൽ ഫോർമേഷൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഓക്കെ, പറയാം. ക്ലിയറിംഗ് ക്രെബ് സൈക്കിൾ 18 ATP, ക്ലിയറിംഗ്. ഓക്കെ, അബിക്ക് ക്ലിയർ ആണ്. സർ NADH2 ടോട്ടൽ ഫോർമേഷൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാവോ? അത് എവിടേക്കാണ് NADH2 ഫോം ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിച്ചത്? അതായത് നോക്കൂ, ഇത് കാണുന്നുണ്ട് വിചാരിക്കുന്നു. ലൈക്ക് ഇവിടെ സിട്രിക് ആസിഡ് ഒന്ന് ഫോക്കസ് ചെയ്യാം. സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്ത് ഒരു NADH2 ഫോം ചെയ്തു. ശരിയാണോ? ഇനി ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനൈൽ കോഎൻസൈം എ ആയിട്ട് മാറുന്ന സമയത്ത് സെക്കൻഡ് മോളിക്യൂൾ ഓഫ് NADH2 ഫോം ചെയ്തു. ഓക്കെ ആണോ? ഇനി മാലിക് ആസിഡ് ഓക്സാലോ അസിഡിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്ത് തേർഡ് NADH2 ഫോം ചെയ്തു. അപ്പോൾ എത്ര NADH2 ഫോം ചെയ്തു? 3 NADH2 ഫോം ചെയ്തു. എന്നാൽ നമ്മൾ ഗ്ലൂക്കോസ് കൊടുത്തത് കൊണ്ട് ഇവിടെ 2 തവണ സൈക്കിൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ 3 NADH2 × 2 2 തവണ സൈക്കിൾ സംഭവിക്കുന്നുണ്ട്. ഒരു സൈക്കിളിൽ 3 NADH2, സെക്കൻഡ് സൈക്കിളിൽ എക്സ്ട്രാ 3 NADH2. സോ ടോട്ടൽ 6 NADH2. ക്ലിയർ ആണോ? അതോ വേറെ എന്തെങ്കിലും ആണോ ക്വസ്റ്റ്യന്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ, ഇപ്പൊ കിട്ടിയോ? ഒന്ന് നോക്കി പറയാം. ഓക്കെ, സോ ഒന്ന് ചെക്ക് ചെയ്ത് പറയാം.
ഓക്കെ, ഫൈൻ ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വേറെ ക്വസ്റ്റ്യൻ തരാം നിങ്ങൾക്ക്. ഞാനിവിടെ ലിങ്ക് റിയാക്ഷൻ, ഞാൻ അഗെയിൻ വൺ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ലിങ്ക് റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ എത്ര NADH2 ഫോം ചെയ്യും? ഹൗ മെനി NADH2 വിൽ ബി ഫോം ഇഫ് വൺ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ലിങ്ക് റിയാക്ഷൻ? കമന്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഓക്കെ, യെസ് സർ. എങ്ങനെയാണ്? ഓക്കെ, എത്ര NADH2 ഫോം ചെയ്യും ലിങ്ക് റിയാക്ഷനിൽ? ഒന്ന് കമന്റ് ചെയ്യും. ഓർക്കുക, ഇവിടെ നമ്മൾ ഒരു ഗ്ലൂക്കോസ് കൊടുക്കുകയാണെങ്കിൽ ലിങ്ക് റിയാക്ഷൻ എത്ര തവണ നടക്കുന്നുണ്ട് നോക്കൂ. നമ്മളിവിടെ ഒരു ഗ്ലൂക്കോസ് അപ്ലൈ ചെയ്ത 2 പൈറുവിക് ആസിഡ്, സോ 2 അസറ്റൈൽ CoA ഫോം ചെയ്യും. അതായത് ലിങ്ക് റിയാക്ഷൻ 2 തവണ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര NADH2 ഫോം ചെയ്യും? ഓക്കെ, വെരി ഗുഡ്. 2 ആണല്ലോ. അതായത് നോക്കൂ, 1 മോളിക്യൂൾ ഓഫ് NADH2 ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. 2 തവണ നടക്കുമല്ലോ. സോ 1 into 2, 2 മോളിക്യൂൾസ് ഓഫ് NADH2. ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഇവിടെ 1 NADH2 2 സൈക്കിൾ നടക്കുമ്പോൾ 1 into 2, 2 NADH2. ഈ 2 NADH2 എന്ന് പറഞ്ഞാൽ എത്ര ATP ആ? 2 into 3, 6 ATP. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടു NADH2, which means 2 into 3, 6 ATP. അങ്ങനെയാണെങ്കിൽ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ, ഞാൻ പറഞ്ഞു എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അതിലെ മെയിൻ സ്റ്റേജ് ഒന്ന് ഗ്ലൈക്കോലൈസിസ്, 2 ലിങ്ക് റിയാക്ഷൻ, 3 ക്രെബ്സ് സൈക്കിൾ, 4 ETS, 5 ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. ഇതൊക്കെയാണ് നമ്മുടെ എയറോബിക് റെസ്പിറേഷനിലെ സ്റ്റേജുകൾ. ഇതില് ETSന്റെയും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷന്റെയും റോൾ എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ള NADH2വിനെയും FADH2വിനെയും ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഈ മൂന്ന് സ്റ്റേജ്, ഈ ഫസ്റ്റ് 3 സ്റ്റേജിലാണ് ATP, NADH2, FADH2 ഇതെല്ലാം ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യന്, എയറോബിക് റെസ്പിറേഷനിൽ ടോട്ടൽ എത്ര ATP ഫോം ചെയ്തു? ടോട്ടൽ എത്ര ATP ഫോം ചെയ്തു? എല്ലാ NADH2, FADH2 ഒക്കെ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ടോട്ടൽ എത്ര ATP ഫോം ചെയ്തു? അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്ലൈക്കോലൈസിസിൽ എത്ര ATP, ലിങ്ക് റിയാക്ഷനിൽ എത്ര ATP, ക്രെബ്സ് സൈക്കിൾ എത്ര ATP? നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോലൈസിൽ എത്ര ATP, ലിങ്ക് റിയാക്ഷനിൽ എത്ര ATP, സി ക്രെബ്സ് സൈക്കിൾ എത്ര ATP, ഡി ടോട്ടൽ ATP. അതായത് ഫുൾ ATP ആ പറയുന്നത്. NADH2നും FADH2നും ഒക്കെ നിങ്ങൾക്ക് ATP ആയിട്ട് കൺവേർട്ട് ചെയ്ത് അറ്റ് എൻഡ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ATP.
ഓക്കെ, അഭി പറയുന്നുണ്ട് ടോട്ടൽ ഇനി നിങ്ങൾ നോക്കേണ്ടത് ടോട്ടൽ എ ടി വി ആക്ച്വലി ഉദ്ദേശിച്ച് നെറ്റ് ഗെയിൻ ആട്ടോ. ഓക്കെ, നെറ്റ് ഗെയിൻ ആണ്. അതായത് നമ്മൾ ഗ്ലൈക്കോലൈസ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 10 എ ടി പി ഉണ്ട്. ആ ടോട്ടൽ 10 എ ടി പിയിൽ 2 എ ടി പി ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് എത്രയാ? 8 എ ടി പി ആണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യാണ്, നമ്മളൊരു ഒരു 1000 രൂപയാണ് നമ്മൾ ബിസിനസ്സിൽ ഇറക്കിയത്. അതിൽ 200 രൂപ നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് പോവുകയാണ്. ബാക്കി നമുക്ക് തിരിച്ചു കിട്ടുന്ന എത്രയാ? 800 രൂപയാണല്ലോ. അതിനെയാണ് നമ്മൾ നെറ്റ് എന്ന് വിളിക്കുന്നത്, നെറ്റ് ഗെയിൻ. ഗ്ലൈക്കോലൈസിൽ 8 എ ടി പി, ലിങ്ക് റിയാക്ഷനിൽ 6 എ ടി പി, റെപ് സൈക്കിളിൽ 24 അല്ലേ നമ്മൾ പറയുന്നത്, 24. സോ 24 പ്ലസ് 6 38 എ ടി പി. ഇത്രയേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ എൻ സി ആർട്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. നിങ്ങളുടെ കറന്റ് എൻ സി ആർ ടി സിലബസ് അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ ഈ നമ്പറൊക്കെ മാറ്റി പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 38 എ ടി പി. ക്ലിയർ ആണോ? സപ്പോസ് ഈവൻ ദോ ഇപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡോണ്ട് വെറി അറ്റ് ഓൾ. ഓക്കെ, ഇതൊന്ന് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒന്നുകൂടി കണക്ട് ചെയ്യുക, എൻ സി ആർ ടി വായിക്കുക, ആൻസർ ചെയ്യുക. കിട്ടും, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. കുറച്ച് ടൈം കൊടുത്താൽ മതി. ക്ലിയർ ആണോ? എല്ലാവരും മെസ്സേജ് ചെയ്യും. അന്ന എവിടെയാ? ഓക്കെ, ക്ലിയർ എന്ന് പറയും. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ മേജർ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റിനോട്ട് വരാം. ഞാൻ ക്വസ്റ്റ്യൻ എടുത്ത് തരാം. നിങ്ങൾക്ക് നീറ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ആ, ഇത് ചെയ്തോ, ഈ ക്വസ്റ്റ്യൻ ചെയ്തോ നിങ്ങൾ. ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാല് കാർബൺ കുറയുക, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷന് പൈറുവിക് ആസിഡ് ഇൻടു അസറ്റൈൽ കോഎൻസൈം എ. ചെയ്യൂ നിങ്ങൾ. കമന്റ് ചെയ്യും നിങ്ങളുടെ ആൻസർ. യെസ്, വെരി ഗുഡ് അണ്ണ. നിങ്ങൾ ഈ കാർബൺ നമ്പർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കും. നിങ്ങൾ കാർബൺ നമ്പർ അറിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയതല്ലേ. ലോജിക്, എല്ലാം ലോജിക്കാണ്. നിങ്ങൾ മഗപ്പ് ചെയ്യണ്ട. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അതായത് ഇവിടെ നമ്മുടെ പൈറുവിക് ആസിഡിൽ 3 കാർബൺ ആണല്ലോ. ഇതിൽ എത്ര കാർബൺ ആണ്? 2 കാർബൺ. അതായത് ഡെഫിനറ്റ്ലി ഇവിടെ ഡീകാർബോക്സിലേഷൻ നടന്നിട്ടുണ്ട്. റൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞിട്ടുണ്ടല്ലേ, കാർബൺ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ ദിസ് വിൽ ബി. മാലിക് ആസിഡിൽ എത്ര കാർബൺ? 4 കാർബൺ. ഇതിലോ 4 കാർബൺ. സക്സിനിക്കിലോ 4 കാർബൺ. ഫിമാരിക്കിലോ 4 കാർബൺ. ഇവിടെയൊക്കെ 4 4 ഇവിടെ കുറയുന്നില്ലല്ലോ. ഓക്സാലോ അസറ്റിക് ആസിഡ് 4 സിട്രിക് 6. 4 to 6 എന്ന് പറഞ്ഞാൽ കൂടുകയല്ലേ, കുറയല്ലല്ലോ. അത് ഡീകാർബോക്സിലേഷൻ അല്ല. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. വെരി ഗുഡ്. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഈസി വൺ തരാം. ഇതെടുക്കുന്നത്, ഇത് നിങ്ങളുടെ പ്രോപ്പർ നീറ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, ഇതെടുക്കും. ഇത് ഇവിടെ എല്ലാം സക്സിനിക് ടു മാലിക്, സിട്രിക് ടു ആൽഫ, ഇതാട്ടോ, അത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ എടുക്കും. സിമ്പിൾ ആണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈസി അല്ലേ ഇത്? വരുന്നുണ്ട്. അജിത്ത് ഒന്ന് നോക്കുക ഇതിലോട്ട്, ഒന്നുകൂടി നോക്കാം. ഇതിലവര് പറഞ്ഞിട്ടുള്ളത് NaDH2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് അവിടെ കാർബൺ നമ്പർ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ഒന്നും ഇല്ല, അവിടെ NaDH2 പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ 6 കാർബൺ ആണ്, ഇവിടെ 5 കാർബൺ. അപ്പൊ എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റൂല. ഇത് നോക്കൂ, തേർഡ് വൺ, ഇവിടെ മാലിക് ടു ഓക്സാലോ അസിറ്റിക് ആസിഡാ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണോ? എനിക്ക് നിങ്ങളൊക്കെ ആൻസർ ചെയ്യുന്നത് കാണിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ. അപ്പൊ ഇവിടെ NaDH2 ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നില്ല. കാരണം മാലിക്കിൽ എത്ര കാർബണാ? 4 കാർബണാ. ഓക്സാലോയിൽ എത്ര കാർബണാ? 4 കാർബണാ. അപ്പൊ എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും? നടക്കൂലല്ലോ. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. ഇനി പൈറുവിക് ആസിഡിൽ എന്താ? 3 കാർബൺ. ഇവിടെ എത്ര കാർബണാ? 2 കാർബൺ. സോ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതും ആവില്ല ആൻസർ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അനദർ ഒരു പ്രോപ്പർ നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെടുക്കും നിങ്ങൾ. ഈ ക്വസ്റ്റ്യൻ എടുക്കും, ചെയ്തു നോക്കും. ഇത് സെക്കൻഡ് ഓപ്ഷൻ, ഇത് തേർഡ് ഓപ്ഷൻ, ഇത് ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അവർ പറയുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡീകാർബോക്സിലേഷൻ അവിടെ നടക്കുന്നതാണ്. ഡീകാർബോക്സിലേഷൻ അല്ല, ജസ്റ്റ് ഫസ്റ്റ് ഡീകാർബോക്സിലേഷൻ. നമ്മൾ ഇവിടെ എടുത്തു നോക്കൂ. ഐസോസിട്രിക് ആസിഡിൽ എത്ര കാർബൺ? 6 കാർബൺ. ആൽഫ കീറ്റോയിൽ എത്ര കാർബൺ? 5 കാർബൺ. ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ക്രൈറ്റീരിയ കറക്റ്റാ. ഫസ്റ്റ് ഡീകാർബോക്സിലേഷൻ ആണോ? ശരിയാണ്, ഫസ്റ്റ് ഡീകാർബോക്സിലേഷൻ അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി സിട്രിക് ടു ഐസോസിട്രിക്, ഇവിടെ 6 കാർബൺ, ഇവിടെ 6 കാർബൺ, ചേഞ്ച് ഇല്ലല്ലോ. ഇവിടെ എത്രയാ? ഇവിടെ 5 കാർബൺ. ഇത് ആൽഫയാണ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഇവിടെ 4 കാർബൺ. ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അത് ഫസ്റ്റ് ഡീകാർബോക്സിലേഷൻ അല്ല. ആദ്യം ഐസോസിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്, എന്നിട്ടാണ്
ആൽഫ കീറ്റോ എന്തായിട്ട് മാറുന്നത്? സക്സിനിൽ കോഎൻസൈമി ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് അല്ല. ഇതെടുക്കൂ, ഇവിടെ 4 കാർബൺ, ഇവിടെ 4 കാർബൺ, ഇവിടെ ഡീകാർബോക്സിലേഷൻ നടക്കുന്നില്ല. ഓക്കെ, സോ ആൻസർ എന്തായിരിക്കും? ആൻസർ വിൽ ബി ഓപ്ഷൻ 1. എനിക്ക് തോന്നുന്നു എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടി എടുക്കാം. അതില് ഫസ്റ്റ് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനാണ്. ഇത് നോക്കൂ നിങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ലെവലായി എന്നാണ് കേട്ടോ അർത്ഥം. പിന്നെ നിങ്ങൾ NCERT ഒന്ന് ഫോളോ ചെയ്ത് തന്നു. ട്രൂ ഓർ ഫോൾസ്. ഇതൊന്നും ചെയ്യും, നോക്കട്ടെ. ഓക്കെ, സോ നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട് അല്ലേ? 12 വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ക്ലൂ വരാൻ നിങ്ങൾക്ക് കേട്ടോ. മൈക്കോൺ. ഓക്കെ, അതായത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണേ. ഒന്നെന്ന് പറയുന്നത് 1 മോളിക്യൂൾ 3 PgL ആണ് അവർ എടുത്തിട്ടുള്ളത്. ഇതൊരു ക്രൈറ്റീരിയ. സെക്കൻഡ് ക്രൈറ്റീരിയ അവർ ചോദിക്കുന്ന ATP ഫോം വിത്തൗട്ട് ETS ആണ്. അത് സെക്കൻഡ് ക്രൈറ്റീരിയ. തേർഡ് ക്രൈറ്റീരിയ അവർ പറയുന്നത് എന്താ? എയറോബിക് റെസ്പിറേഷൻ ആണ്. ഗ്ലൈക്കോലൈസിസ് നല്ല പറയുന്നത്, ക്രെബ് സൈക്കിൾ നല്ല പറയുന്നത്, ലിങ്ക് റിയാക്ഷൻ നല്ല പറയുന്നത്. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൺസിഡർ ചെയ്യണം. ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പാളിയിട്ടുണ്ടാവുക. ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക, ആൻസർ കിട്ടും. നോക്കൂ നോക്കൂ, എല്ലാവരും നോക്കൂ. ഈസിയാണ്, ഈസിയാണ്. ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു 3 പോയിന്റ് അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് എടുക്കാം. നമുക്ക് ഇതെടുക്കാം. ഓക്കെ, മൈക്ക് ഓൺ ആണെന്ന് വിചാരിക്കുന്നു. ഫൈൻ. സോ ഇത് അധികം സംഭവം ഒന്നും ഇല്ല ഇതില്. ഫസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത് ഇവര് 1 മോളിക്യൂൾ 3 PgL ആണ് എടുത്തിട്ടുള്ളത്.
ഒരു മോളിക്യൂളാണ് എടുത്തത്, ഒരു മോളിക്യൂളേ എടുത്തിട്ടുള്ളൂ. എത്ര എ ടി പി ഡയറക്റ്റ് ഫോം ചെയ്തു? വിത്തൗട്ട് എ ടി എസ് എന്ന് പറഞ്ഞാൽ എത്ര എ ടി പി ഡയറക്ട്ലി ഫോം ചെയ്തു, അല്ലെങ്കിൽ ബൈ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ഫോം ചെയ്തു. നൗ എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പ് എടുക്കണം. നമ്മൾ ഗ്ലൈക്കോലൈസിസ് എടുക്കണം, ഗ്ലൈക്കോലൈസിസ് എടുക്കണം, ലിങ്ക് റിയാക്ഷൻ എടുക്കണം, ദെൻ ക്രെബ്സ് സൈക്കിൾ എടുക്കണം. നമ്മൾ എല്ലാ റിയാക്ഷനും എടുക്കണം. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അതിന്ന് വരാം നമുക്ക്. ഇവിടെ ഒരു മോളിക്യൂൾ എടുക്കുന്നുണ്ട്, അതാണ് അടുത്ത പോയിന്റ്. ഒറ്റ മോളിക്യൂളേ ഉള്ളൂ, അപ്പൊ ഒരു സൈക്കിൾ അവിടെ വരുള്ളൂ, അതാണ് സംഭവം. ഓക്കെ, നോക്കാം. ഇനി ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, ആ നോക്കൂ. ഇതാണ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3PGL. ഞാൻ ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, അതായത് ഒരു മോളിക്യൂൾ ഓഫ് 3PGL നമ്മൾ എടുത്തു. ഇവിടെ എത്ര എ ടി പി ഡയറക്ട്ലി ഫോം ചെയ്തു? ഇവിടെ അങ്ങോട്ട് വരുമ്പോ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു എ ടി പി ഡയറക്ട്ലി ഫോം ചെയ്തു, ശരിയാണോ? 1 മോളിക്യൂൾ എടുത്തിട്ടുള്ളൂ, അപ്പോൾ 1 മോളിക്യൂൾ ഓഫ് എ ടി പി ഇവിടെ ഫോം ചെയ്തു. ദെൻ താഴോട്ട് വരിക, ഇവിടെ ഒരു എ ടി പി ഡയറക്ട്ലി ഫോം ചെയ്തു, ശരിയാണോ? അപ്പൊ എത്ര എ ടി പി ആയി? 2 എ ടി പി ആയി. നമ്മൾ ഒരു സൈക്കിളേ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ, കാരണം ഒരു മോളിക്യൂൾ ഓഫ് 3PGL എന്ന് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് സൈക്കിൾ വരുന്നത് ഏതാണ്? സെക്കൻഡ് മോളിക്യൂൾ ഓഫ് 3PGL. അപ്പൊ നമ്മൾ ഒരു സൈക്കിൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോ ഗ്ലൈക്കോലൈസിസിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം കിട്ടി? നമുക്ക് 2 എ ടി പി കിട്ടി. ഗ്ലൈക്കോലൈസിസ് കഴിഞ്ഞാൽ എന്തുണ്ട്? ലിങ്ക് റിയാക്ഷൻ ഉണ്ട്. ഈ ലിങ്ക് റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇവിടെ ലിങ്ക് റിയാക്ഷൻ നമ്മൾ മറ്റൊരു സ്ലൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ ആ സ്ലൈഡിലോട്ട് പോവാണ്. അതിനു മുമ്പ് ഇപ്പൊ ഗ്ലൈക്കോലൈസിസ് നമുക്ക് എത്ര എ ടി പി കിട്ടി? 2 എ ടി പി കിട്ടി. ഓക്കെ ആണോ? ഞാൻ അടുത്ത സ്ലൈഡ് എടുക്കാം. ഓക്കെ, സോ ഞാൻ ഇവിടെ എഴുതാം, ഗ്ലൈക്കോലൈസിസിൽ നിന്ന് നമുക്ക് 2 എ ടി പി. ഇനി പ്ലസ് ലിങ്ക് റിയാക്ഷനിൽ എ ടി പി ഫോം ചെയ്യുന്നുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് റിയാക്ഷനിൽ ഫോം ചെയ്യുന്നില്ല. അവിടെ NADH2 ഫോം ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് എ ടി പി ഫോം ചെയ്യുന്നില്ല, അപ്പൊ അത് കൺസിഡർ ചെയ്യണ്ട. എന്നാൽ ക്രെബ്സ് സൈക്കിളിലോട്ട് വരുമ്പോ എന്തുണ്ട്? ഒരു എ ടി പി ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു മോളിക്യൂൾ ഓഫ് 3PGL ആണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് 1 മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ് ആണ് തരിക. അതുകൊണ്ട് അത് 1 മോളിക്യൂൾ അസറ്റൈൽ കോഎൻസൈം A ആണ് തരിക. സോ എത്ര സൈക്കിൾ ഉണ്ടാവുള്ളൂ? സിംഗിൾ സൈക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? സോ സിംഗിൾ സൈക്കിൾ എത്ര എ ടി പി? ഒരു എ ടി പി. സോ 2 + 1, വാട്ട് വിൽ ബി ദ ആൻസർ? 3 എ ടി പി. സിമ്പിൾ അല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ 1 മോളിക്യൂൾ മറന്നു പോയിട്ടുണ്ടാവാം. നിങ്ങൾ മേ ബി ചിലപ്പോൾ 2 സൈക്കിൾസ് എടുത്തിട്ടുണ്ടാവാം. ഇത് കറക്റ്റ് ആണോ? സോ ഗ്ലൈക്കോലൈസിസിൽ നിന്ന് 2 എ ടി പി, ക്രെബ്സ് സൈക്കിളിൽ നിന്ന് ഒരു എ ടി പി. 2 + 1 3 എ ടി പി. ആ, ഇത് ക്ലിയർ ആണെന്ന് മെസ്സേജ് ചെയ്യും. അജിത് എസ് എന്ന് പറയുന്നു. മനസ്സിലായ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, സോ ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, മൈക്ക് ഓൺ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ഇറ്റ്സ് ഓൺ. ദെൻ ഇതൊന്നും ചെയ്യും, ഫൈനലി ഇതൊന്നും ചെയ്യും. നിങ്ങൾ നെറ്റ് ഗെയിൻ ഓഫ് എ ടി പി മോളിക്യൂൾസ്.
ക്യാബി ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അജിത്ത് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? ഓക്കെ, ആൻസർ എന്താണ് നിങ്ങളുടെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ ടു എന്ന് പറയുന്നുണ്ട്. നോക്കാം. ഈ ആൻസർ വളരെ സിമ്പിൾ ആണ് ആക്ച്വലി. ഇവിടെ നിന്ന് പറയുന്നത് 1 minute. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം. ശരി, ഓക്കെ. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. എന്റെ മൈക്ക് ഓൺ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ഇറ്റ്സ് ഓൺ. സോ നമുക്ക് ഇതിലോട്ട് വരാം. സിമ്പിളാ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 1 minute. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് നെറ്റ് ഗെയിൻ ഓഫ് ATP molecules during aerobic respiration of 6 molecules of glucose in heart cells. അതായത് ഒരു കണ്ടീഷൻ നെറ്റ് ഗെയിൻ ഓഫ് ATP, സെക്കൻഡ് കണ്ടീഷൻ കംപ്ലീറ്റ് എയറോബിക് റെസ്പിറേഷൻ, 6 മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ് ഹാർട്ട് സെല്ല്. അതൊരു മാറ്റർ അല്ല. ഹാർട്ട് സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ സെൽ, അത്രേ ഉള്ളൂ. നമുക്കറിയാം എയറോബിക് റെസ്പിറേഷൻ നടക്കുകയാണെങ്കിൽ 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് എയറോബിക് റെസ്പിറേഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ എത്ര ATP ഫോം ചെയ്യും? നെറ്റ് ഗെയിൻ ഓഫ് ATP എന്ന് പറയുന്നത് എത്ര? ടോട്ടൽ നെറ്റ് ഗെയിൻ എത്രയാണ്? 38 ATP ആണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ 6 മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ് പങ്കെടുക്കുകയാണെങ്കിലോ 6 into 38, അത്രയേ ഉള്ളൂ. 6 into 38 എത്രയാ? 228. ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ പറയും. വീഡിയോ ഓഫ് ആണെന്നോ? ഓക്കെ, ഇപ്പൊ ഓൺ ആണോ? ലൈക്ക് ആരാണ് വീഡിയോ ഓഫ് എന്ന് പറഞ്ഞത്? ലൈക്ക് ഓക്കെ, ഫൈൻ. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ. ഫൈൻ. ഓക്കെ. യെസ്, ഫൈൻ. സോ ഇത്രയാണ് നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. സോ ഇത്രയാണ് പറയാനുള്ളത്. ഇനി ആക്ച്വലി മേജർ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് വരുന്നുണ്ട്. ദെൻ റെസ്പിറേറ്ററി ക്വോഷ്യന്റ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഒക്കെ വരുന്നുണ്ട്. അതാണ് ഇനി വരുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി എന്താ നിങ്ങൾ തീരുമാനിക്കുന്നത്? നമുക്കിപ്പോ കണ്ടിന്യൂസ് ചെയ്യണോ അതോ നാളെ കണ്ടിന്യൂ ചെയ്യണോ ബാക്കിയുള്ള ഭാഗങ്ങൾ? നിങ്ങൾ പറയും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. സോ നമുക്ക് നാളെ നെക്സ്റ്റ് ഡേയില്
ഈ ബാക്കിയുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ, ഇതിന്നൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കണക്ട് ചെയ്യേണ്ട രീതി ഉണ്ടാകും, ഞാൻ പഠിപ്പിച്ചു തരാം. ഒപ്പം നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് എടുക്കാം. എൻറ്റയർ ചാപ്റ്ററിന് നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം. ഓക്കെ ഓക്കെ, എൻറ്റയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. വേണമെങ്കിൽ ഓക്കെ, ഞാനൊരു DPP പോലെ നാളെ ഓക്കെ ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചില ട്രാവലിംഗ് ഓക്കെ. സോ അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ എടുക്കാം. ഒപ്പം ഞാൻ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുക്കാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ്, അസേർഷൻ, റീസൺ, മാക്സിമം വെറൈറ്റി ചെയ്യാം. എന്തായാലും ഇനി ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇനി മാർക്ക് കിട്ടണം നിങ്ങൾക്ക്. അതായത് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആൻസർ ചെയ്യുന്ന ചാപ്റ്റർ അല്ല. എല്ലാവരും ആൻസർ ചെയ്യുന്ന ചാപ്റ്ററും എല്ലാവരും ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ റാങ്കിങ് വൈസ് വലിയ ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷെ ആരും ചെയ്യാത്ത ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കുറച്ചു പേര് ചെയ്യുന്ന മാത്രം ട്രിക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്കിങ്ങിൽ ഒരുപാട് ബൂസ്റ്റിംഗ് വരും അത്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണത്. അപ്പോ പക്ഷെ നിങ്ങളിപ്പോ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാം. വളരെ ഈസി ചാപ്റ്ററാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നാളെ കണ്ടിന്യൂ ചെയ്യാം. ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒപ്പം നമ്മൾ എക്സ്ട്രാ MCQs വർക്ക്ഔട്ട് ചെയ്യും. അത് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും. അങ്ങനെയാണ് നമുക്ക് ക്ലോസ് ചെയ്യാം സെഷൻ. അതുപോലെ ഇനി ഇത് ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ ഇപ്പോ. അല്ലെങ്കിൽ നിങ്ങൾ ക്ലിയർ എന്ന് പറഞ്ഞ് ജസ്റ്റ് മെസ്സേജ് ചെയ്യും. ഓക്കെ, പക്കാണ്. ഓക്കെ, വെരി ഗുഡ്, ക്ലിയർ. അന്ന ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ, ലൈവ് എൻഡ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇന്ന് വീട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇനി നാളെ വരുന്നതിന് മുമ്പ് NCERT നന്നായിട്ട് വായിക്കാം. ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ പോസിബിൾ ആണോ ഇതില്? ലൈക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താലും മതി. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ സംസാരിക്കാൻ? ഓക്കെ ഓക്കെ, ഫൈൻ. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ അങ്ങനെയാണ് നാളെ കാണാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്, ബൈ.